ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവിൻ്റെ വലിയ കൃപയിൽ നമ്മൾ ഇന്ന് പകൽ നേരം നമ്മൾ ആശ്രയിച്ച് നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ കൃപ നമ്മളോട് കൂടി ഇരിക്കട്ടെ. സ്തോത്രം. കഴിഞ്ഞ വെള്ളിയാഴ്ച വ്യത്യസ്തമായ വിഷയങ്ങൾ സ്തോത്രം നമ്മൾ സംസാരിക്കുവാനും അത് പഠിക്കുവാനൊക്കെയും സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ ഇടയായി തീർന്നു. ഹല്ലേലൂയ. രൂപാന്തരം പ്രാപിക്കുന്നതിനെ കുറിച്ചൊക്കെയും നമ്മളന്ന് ചിന്തിക്കുവാൻ ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽ നേരം നമ്മൾ ദൈവസന്നിധിയിൽ അല്പനേരം നമ്മൾ ചെലവിടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. നമ്മുടെ കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം അപ്പാ ഇന്ന് പകൽ നേരം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അപ്പം അങ്ങയുടെ കൃപ പകരണമേ, ബലപ്പെടുത്തണമേ. എല്ലാ ഭാരങ്ങളിൽ നിന്നും വിടുവിക്കുന്നതിനായി സ്തോത്രം കർത്താവെ, എല്ലാ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ജീവിതത്തിൽ കർത്താവെ ദൈവഭയത്തിലും കർത്താവെ ഹല്ലേലൂയ ക്രിസ്തുയേശുവിന്റെ ആശ്രയത്തിലും കർത്താവെ ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഇന്ന് ദൈവവചനം പറയുമ്പോൾ ദൂരത്തും ചാരത്തുമായി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൃപ ചെയ്യണം, ബലപ്പെടുത്തണമേ കർത്താവെ. വചനത്തിന്റെ ആഴങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ഗ്രഹിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൽ അത് സമ്പത്തായി തീരുവാൻ, ആത്മമനുഷ്യൻ പുതുബലം പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. ആത്മമണ്ഡലങ്ങൾ, ആത്മഗോളങ്ങളെല്ലാം കർത്താവെ ഹല്ലേലൂയ വളരെയേറെ ശക്തിപ്പെടുവാൻ, ആത്മിക മേഖലകളിൽ കർത്താവ് ഒരു വലിയ ഹല്ലേലൂയ ഉദ്ധാരണം വെളിപ്പെടുവാൻ, യേശുവിന്റെ വരവിലേക്ക് കർത്താവ് സഭകളെ ഒരുക്കത്തക്ക നിലവാരത്തിൽ കർത്താവേ അപ്പ അങ്ങ് കാര്യങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധനെ. അപ്പന്റെ കാര്യത്തിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപ ചെയ്യണം, ബലപ്പെടുത്തണം, പരിപാലനം സൂക്ഷിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധനാമം തന്നെ ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ കൃപയാൽ നമുക്ക് നമ്മൾ ദിവസത്തിലായിരിക്കുന്നു. നമുക്ക് ചില വചനങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് നമുക്ക് പ്രവേശിക്കാം. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 4ഉം 5ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസ് 1-ന്റെ 4ഉം 5ഉം വാക്യങ്ങൾ. സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് തൻ്റെ ആത്മാവിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാടുകളെ താൻ സഭകൾക്ക് ദൂതായി ലേഖനത്തിൽ അത് ഉൾക്കൊള്ളിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാണ് പത്രോസ് തൻ്റെ ലേഖനത്തിൽ ആരംഭത്തിൽ തന്നെ കുറിക്കുന്നത്. അതായത് ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു അന്ത്യകാലം. ആമേൻ. ലേഖനത്തിന്റെ ആരംഭത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക്. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ 2000 വർഷം മുമ്പ് ദൈവസഭയുടെ ആദ്യ നാളുകളിൽ ഓരോ വിശുദ്ധന്മാര് കാത്തിരുന്നത് കർത്താവിന്റെ മടങ്ങി വരവുമായിട്ട് ബന്ധപ്പെട്ടാണ്. യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവിനാണ് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ദൈവസഭകളുടെ അകത്ത് വളരെ പ്രസക്തമായിരുന്ന വിഷയം ക്രിസ്തുവിന്റെ മടങ്ങി വരവ് തന്നെയായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ മടങ്ങി വരവിനായിട്ട് നമ്മെ കർത്താവ് വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്തിനായിട്ട് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നു? കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ അവന്റെ രാജ്യത്തിൽ ചേർക്കപ്പെടണം. അതിനായിട്ടാണ് കർത്താവ് നമ്മെ രക്ഷിച്ചിരിക്കുന്നത് എന്ന് ലേഖനത്തിൽ പത്രോസ് ഉദ്ദേശിക്കുന്നു. വിശേഷിച്ച് ഇവിടെ വായിക്കുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന, ശ്രദ്ധിക്കണം, വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ. രക്ഷിക്കപ്പെട്ടു എന്നാൽ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, രക്ഷിക്കപ്പെടും. അല്ലെ? രക്ഷയുടെ ത്രികാലങ്ങളാണ്. രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും. അല്ലെ? ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ടു എന്ന് പറയാൻ കാരണം നമ്മൾ സ്നാനമേറ്റത് കൊണ്ടാണ്. രക്ഷിക്കപ്പെടുന്നു എന്ന് പറയാൻ കാരണം പരിശുദ്ധാത്മാവിനാൽ ഇന്ന് നമ്മൾ ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ എല്ലാ മേഖലകളിലും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. ആമേൻ. ഇനി രക്ഷിക്കപ്പെടും. യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ നാം അവന്റെ സന്നിധിയിൽ എടുക്കപ്പെടുമ്പോൾ നാം രക്ഷിക്കപ്പെടും. ആമേൻ. രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചാൽ രക്ഷിക്കപ്പെട്ടു, രക്ഷിക്കപ്പെടുന്നു, രക്ഷിക്കപ്പെടും. അങ്ങനെ രക്ഷയുടെ ത്രികാലങ്ങളാണ് അവിടെ വെളിപ്പെടുന്നത്.
അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളുടെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ നമ്മെ തന്നെ ഹല്ലേലൂയ ശുദ്ധീകരിക്കുകയാണ്, നമ്മളെ തന്നെ ക്രമീകരിക്കുകയാണ്, ഒരുക്കുകയാണ്. കാര്യം യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ നാം എടുക്കപ്പെടണം. അപ്പോൾ ലേഖനങ്ങൾ എഴുതിയതിന്റെ പിന്നിലെ അപ്പോസ്തലന്മാരുടെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം സഭ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ എടുക്കപ്പെടുക എന്ന് തന്നെയാണ്. മറ്റൊരു അജണ്ട ദൈവസഭയ്ക്കില്ല, മറ്റൊരു അജണ്ട ദൈവരാജ്യത്തിനില്ല. ഏറ്റവും പരമപ്രധാനമായ പ്ലാൻ എന്ന് പറയുന്നത് രൂപാന്തരപ്പെടുക. തെരഞ്ഞെടുക്കപ്പെട്ട കുഞ്ഞാന്റെ രക്തത്താൽ കഴുകപ്പെട്ട ഓരോ വ്യക്തികളും യേശുക്രിസ്തുവിന്റെ വരവിങ്കൽ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ എടുക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ്. ആമേൻ. അപ്പോൾ ഇവിടെ പത്രോസ് ആത്മാവിൽ ഇത് ദർശിച്ചപ്പോൾ, ഇത് നമ്മൾ വായിക്കുമ്പോഴേ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പത്രോസിന് എങ്ങനെയാ ഇത് ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതെന്ന് എങ്ങനെയാ മനസ്സിലായത്? എങ്ങനെയാ മനസ്സിലായത്? അങ്ങനെയല്ലേ വായിക്കുന്നേ? ആ വാക്യം ഒന്നും കൂടെ വായിച്ചേ. ശ്രദ്ധിക്കണം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശം. ശ്രദ്ധിക്കണേ, അവകാശത്തിന്റെ പ്രത്യേകത ക്ഷയിക്കാത്തത്, വാടാത്തത്, മലിനപ്പെടാത്തത്. നമ്മളുടെ ഈ ശരീരം, നമ്മളുടെ ഈ ജീവിതം, ഈ ലോകം ഈ മൂന്നും നിറഞ്ഞതാണ്. ക്ഷയിക്കുന്നതാണ്, വാടുന്നതാണ്, മലിനത നിറഞ്ഞതാണ്, അല്ലേ? അല്ലാതെ ആരെങ്കിലും ഒഴിരിപ്പുണ്ടോ? എന്നാൽ മനസ്സിലാക്കണം, ഇന്ന് സാത്താൻ ചിലരെ കയ്യിലെടുത്തുകൊണ്ട് ക്ഷയമുള്ളത്, മാലിന്യമുള്ളത്, വാട്ടമുള്ളത്, ഇതിലും വലിയത് നിനക്ക് കിട്ടൂന്ന് പറഞ്ഞ് അനേകരുടെ പ്രത്യാശയെ വഴിതെറ്റിക്കുകയാണ് സാത്താൻ എന്ന് ചിലരെ കയ്യിലെടുത്തുകൊണ്ട്. വാഗ്ദത്തം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്തിലുള്ള ചില ഭൗതിക നന്മകളെ വഴിതിരിച്ച് അതിനെ വ്യാഖ്യാനിക്കുകയാണ്. എന്നാൽ പത്രോസിന്റെ മുമ്പിൽ അങ്ങനെയുള്ളവർ ചെന്ന് പെട്ടത് തന്നെയാ. പത്രോസ് പിടിച്ചു നിർത്തിയിട്ട് പറയും, എടാ, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതാണ് അവകാശം എന്ന് പറയും. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ക്ഷയം, മാലിന്യം, വാട്ടം അപ്പോൾ നമ്മെ വീണ്ടും ജനിപ്പിച്ചതിന്റെ ഉദ്ദേശം എന്താണ്? ക്ഷയിക്കാത്തത്, വാടാത്തത്, മലിനപ്പെടാത്തത് നമുക്ക് തരാനാണ്. പരിശുദ്ധാത്മാവിനെ നമ്മുടെ ആത്മാവിൽ ഹല്ലേലൂയ പുത്രനാകുന്ന യേശുക്രിസ്തു വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ചു തന്നപ്പോൾ, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നപ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിച്ചു. നമ്മളെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം വന്നപ്പോൾ നാം കാര്യങ്ങളെ ഗ്രഹിച്ചു, നാം മനസ്സിലാക്കിയെടുത്തു. ഈ ശരീരമോ, ഈ ലോകമോ, ഈ ലോകത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യമോ അല്ല ഒരു മനുഷ്യന് ദൈവം കൊടുക്കുവാനിരിക്കുന്നത്. ഒന്ന്, ക്ഷയിക്കാത്തൊരു ശരീരം നിനക്ക് ആവശ്യമാ, വാടാത്തൊരു ശരീരം ആവശ്യമാ, മലിനതയില്ലാത്തൊരു ശരീരം നിനക്ക് ആവശ്യമാണ്. ശ്രോതാക്കൾ പല പ്രായത്തിൽ ഇരുന്ന് കേൾക്കുന്നവരാണ്. ശ്രോതാക്കൾ പല രോഗങ്ങൾക്ക് അടിമകളാണ്. ശ്രോതാക്കൾ പലവിധ പ്രതിസന്ധികൾ നിൽക്കുന്നവരാണ്. കാരണം ഈ ലോകത്തിന്റെ രൂപം അങ്ങനെയാ. മനസ്സിലാക്കണം, ഈ ലോകത്തിന്റെ രൂപത്തിൽ നമ്മെ വലിയവനാക്കാനല്ല കർത്താവ് വന്നത്. കർത്താവ് നമ്മൾ ഇതിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുവാനാണ് വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഇവിടെ ജയകരമായ ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടതിനാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ നമുക്ക് ആ ക്ഷയമില്ലാത്തത്, മാലിന്യമില്ലാത്തത്, വാട്ടമില്ലാത്ത അവകാശത്തെ കുറിച്ച് പരിശുദ്ധാത്മാവ് സ്നാനപ്പെട്ട അഭിഷേകം പ്രാപിച്ച എല്ലാ വ്യക്തികളുടെയും ഹൃദയത്തിൽ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവ് വിശ്വസ്തനാണ്. അവിശ്വസ്തരായി തീരുന്ന മനുഷ്യർ നിമിത്തം, അവിശ്വാസത്തിൽ ദൈവത്തിൽ നിന്ന് പിന്മാറുന്ന മനുഷ്യർ നിമിത്തം, ജഡികർ നിമിത്തം അനേകര് സ്നാനപ്പെട്ട് സഭയ്ക്കകത്ത് വന്നിട്ട് അവരെല്ലാം വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവാണോ എന്നുള്ളത് കാര്യം. രണ്ടാമത്തെ വിഷയം, പരിശുദ്ധാത്മാവാണെങ്കിൽ ദൈവാത്മാവ് നിന്നെ നടത്തുന്നത് ക്ഷയമില്ലാത്തത്, മാലിന്യമില്ലാത്തത്, വാട്ടമില്ലാത്തത് നിനക്ക് വെളിപ്പെടുത്തുവാനാണ് പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്.
നിന്റെ ജീവിതം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നിന്റെ ജീവിതം നിത്യമായിട്ട് വരുവാൻ പോകുകയാണ്. ഈ ലോകത്തിന്റെ രൂപം ഒഴിഞ്ഞു പോകാൻ പോകുകയാണ്. അതുകൊണ്ട് ഇവിടെ സമ്പാദിക്കേണ്ട, ഇവിടെ കരുതണ്ട, ഇവിടെ ജീവിക്കണ്ട എന്ന് തന്നെയാണ്. എന്നാൽ ചില ജഡീകർ, കൃപയിൽ നിന്ന് വീണുപോയവർ, പിന്മാറിയവർ, അഭിഷേകത്തിൽ നിലനിൽക്കാത്തവർക്ക് പിശാച് കാണിച്ചു കൊടുക്കുന്നു ഈ ലോകവും ഇതിന്റെ മോഹവും ഇതിന്റെ സൗകര്യങ്ങളും ഇതിന്റെ പ്രതാപങ്ങളും കാണിച്ചു കൊടുത്തുകൊണ്ട് നിത്യമായി നിലനിൽക്കുന്ന നിത്യ സൗഭാഗ്യത്തിന് നേരെ ദൂഷണം പറയുവാൻ പിശാച് അനേകരെ കയ്യിലെടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. പത്രോസിനോട് ചോദിച്ചാൽ പത്രോസ് പറയും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിന്, അല്ലേ? അതാണ് നമ്മുടെ അവകാശം. നമ്മുടെ പൊസഷൻ എന്ന് പറയുന്നത് വാടാത്തതായിരിക്കണം, നിത്യമായിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? പല പ്രസംഗങ്ങളും ഇപ്പൊ നിലത്തുനിന്ന് പൊങ്ങി സീലിംഗ് ചെന്ന് ഇടിച്ച് നേരെ കാർപ്പറ്റേ വന്ന് വീണോണ്ടായിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് കാർപ്പറ്റേന്ന് അടുത്ത സ്റ്റാൻഡിലേക്ക് അല്ലെങ്കിൽ അടുത്ത സ്വോത്രം ഹല്ലേലൂയ സ്വോത്രം വിസ ഏജന്റിന്റെ അടുത്തേക്കോ, അല്ലെങ്കിൽ ചിലരെ ആത്മാവ് കൊണ്ടുവന്ന് വിസ ഏജന്റിന്റെ അടുത്തേക്ക്, ചിലരെ ആത്മാവ് കൊണ്ടുവന്ന് എയർപോർട്ടിലേക്ക്, ചിലരെ ആത്മാവ് കൊണ്ടുവന്ന് സ്വന്തം ഹാളിലെ PR പെർമനന്റ് റെസിഡൻസിൽ, ഇതൊക്കെയാണ് ചിലരെ ആത്മാവ് കൊണ്ടുവന്ന് അങ്ങോട്ടാ. അല്ലാതെ നിത്യമായി വാട്ടം, മാലിന്യം, നാശമില്ലാത്ത നിത്യമായ രാജ്യം എത്ര പേരെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഇരിക്കുന്നവരെ നിങ്ങൾ ആ നിത്യമായ അവകാശം കാണുന്നുണ്ട്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ പ്രതിസന്ധികളുടെ നടുവിലും ആ നിത്യമായ രാജ്യത്തെ ആത്മാവിൽ കാണുവാൻ കൃപ ലഭിച്ചവരെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരുപക്ഷെ നിന്നെ കാണുവാൻ ആരുമില്ലായിരിക്കാം, നിന്നെ അംഗീകരിക്കുന്നവൻ ആരുമില്ലായിരിക്കാം. നീ ആത്മാവിൽ നടത്തപ്പെടുമ്പോൾ നീ പലവിധ ദൂഷണങ്ങളും കുറ്റാരോപങ്ങളും നീ കേട്ടുതിരിക്കാം. പക്ഷെ നിന്റെ വിളിച്ച ദൈവം വിശ്വസ്തന. നിനക്ക് വാട്ടമില്ലാത്തത്, മാലിന്യമില്ലാത്തത്, ക്ഷയിക്കാത്ത ഒരു അവകാശം തരുന്ന ദൈവമാണ് നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. എന്റെ വീണ്ടും ചോദ്യം ഇതാണ്, നാം ചോദിച്ച ചോദ്യം ഇതാണ്: എങ്ങനെയാണ് ഈ പത്രോസിന് ക്ഷയിക്കാത്തതാണ്, വാടാത്തതാണ്, മലിനപ്പെടാത്തതാണ് എന്ന് മനസ്സിലായത്? ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ പത്രോസിന്റെ അടുത്ത ലേഖനം എടുക്കണം, അതിന്റെ രണ്ടാമത്തെ ലേഖനം എടുക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന്റെ സ്തോത്രം സ്തോത്രം 18 2 പത്രോസ് 1:18 വായിച്ചേ. 2 പത്രോസ് 1:18. 2 പത്രോസ് 1:18. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ. ബാക്കി ഇവിടെ വായിക്കട്ടെ. വായിച്ചേ. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ പത്രോസ് വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദമുണ്ടായത് ഞങ്ങൾ കേട്ടു. ആമേൻ. അത് ഉച്ചയോടെ വായിക്കണം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അതിന്റെ 15 മുതൽ വായിച്ചേ. 2 പത്രോസ് 1:15. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന്റെ ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. അടുത്തത് ഒന്നും കൂടെ ഞാൻ വായിക്കാം. നിങ്ങൾ അത് എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊള്ളുവാൻ തക്കവണ്ണം ഞാൻ ഉത്സാഹിക്കും. അടുത്തത് ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല. ഇവിടെ ശ്രദ്ധിക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പത്രോസ് എന്തോ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്, ഉറപ്പോടെ ചില കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. എവിടുന്നാണ് പത്രോസിന് ഇത്ര വ്യക്തമായ സ്തോത്രം ആശയങ്ങൾ, ഉറപ്പുള്ള സത്യങ്ങൾ പത്രോസിന് വെളിപ്പെടുന്നത്?
എന്റെ മരണത്തിന് ശേഷവും നിങ്ങൾ ഈ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കാൻ വേണ്ടി ഞാൻ എന്റെ ആയുസ്സിൽ പരമാവധി ഉത്സാഹിക്കും എന്നാ പറയുന്നത്. ഇതാണ് വേല, ശുശ്രൂഷ എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. തന്നെ ഏൽപ്പിച്ചിരിക്കുന്നവരെ ഉറപ്പിക്കണം. ആസത്ര കേട്ടിട്ട് മനം തിരിയുന്നുണ്ടോ അനുസരിക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവവും കേൾക്കുന്നവരെ നമ്മിൽ തീർത്തോളൂ. പത്രോസിന്റെ ഡ്യൂട്ടി പറയുക, കാര്യങ്ങൾ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഡ്യൂട്ടി. ആമേൻ. അപ്പോൾ പത്രോസ് ഇവിടെ വ്യക്തമായി പറയുന്ന ഒരു കാര്യമാണ്, എന്റെ മരണശേഷവും ഞാൻ നിങ്ങളെ ചില കാര്യങ്ങളിൽ ഉറപ്പിക്കുകയാണ്, പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. കാര്യം ഞാൻ നിങ്ങളോട് പ്രസംഗിച്ച വചനങ്ങൾ ഒന്നും തന്നെ, അറിഞ്ഞ സത്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന യാഥാർത്ഥ്യങ്ങൾ ഒന്നും തന്നെ നിർമ്മിത കഥകൾ മെനഞ്ഞല്ല. അല്ലേ? നിർമ്മിത കഥകൾ മെനഞ്ഞല്ല. അടുത്തത് പ്രമാണിച്ചിട്ടല്ല. അപ്പൊ മനസ്സിലാക്കണം, പത്രോസ് പറയാനുള്ള കാരണം അവന്റെ മഹിമ കണ്ട സാക്ഷി. അപ്പോൾ പത്രോസ് മഹിമ കണ്ടു. ആ മഹിമ കണ്ടതിൽ പിന്നെയാണ് പത്രോസിന് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലായത്. വരുവാനുള്ള ആത്മശരീരത്തിന്റെ പ്രത്യേകത ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്തത്, മാലിന്യമില്ലാത്ത അവകാശമാണ് സ്വന്തം നിങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പത്രോസ് മനസ്സിലാക്കിയത് ഏതോ തന്റെ ജീവിതത്തിൽ ഒരു അനുഭവം വന്നപ്പോഴല്ലേ. ആ അനുഭവത്തെ കുറിച്ച് അടുത്ത വാക്യം പറയുന്നു, വായിച്ചേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ, എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ ഇതെന്നാ ചുമ്മാ പറയുന്നതാണോ? ഇത് ചുമ്മാ രസത്തിന് പറഞ്ഞതാണോ? ചിലര് സഭയ്ക്കകത്തിരിക്കുന്ന ഒത്തിരി പേര് നിൽക്കുന്ന ഇതൊക്കെ ഒരു രസത്തിന് പറഞ്ഞ, ഇതാ നിർമ്മിത കഥകളാന്ന് വിചാരിച്ചിരിക്കുന്ന ഒത്തിരി പേര് സഭയ്ക്കകത്ത് വരും. പക്ഷെ പത്രോസ് ഇത് പറയുന്നത് വെറുതെ അല്ല, അത് ലിറ്ററലായിട്ട് തന്നെ എടുക്കണം. ആമേൻ. ഹല്ലേലൂയ. അക്ഷരികമായിട്ട് തന്നെ എടുക്കണം. കാരണം പത്രോസ് ഇവിടെ പറയുന്ന അവർ വിശുദ്ധ പർവ്വതത്തിൽ ഇരുന്നപ്പോൾ എന്തോ ഒന്ന് കണ്ടു. ആ കണ്ട കാഴ്ച എന്താണ്? ഒരു മേഘം വന്ന് അവരെ മൂടി. ആ മേഘത്തിൽ നിന്ന് പിതാവിന്റെ മഹത്വം വെളിപ്പെട്ടപ്പോൾ ആ മഹത്വം പുത്രന്റെ ശരീരം രൂപാന്തരപ്പെട്ടതായിട്ടാ കണ്ടേ. എന്നാൽ ഞാനൊരു കാര്യം പറയാം, ഈ പത്രോസ് അതേ മറുരൂപ മലയിൽ ഇതിരുന്ന് കണ്ട സമയത്ത് പത്രോസ് പായപ്പെട്ട് മരിച്ചവരെ പോലെ ആയ പത്രോസ് എങ്ങനെയാ ഈ ലേഖനം എഴുതിയപ്പോൾ അതിന് ഓരോന്നിനും കൃത്യമായ നിർവചനം കൊടുത്തത്? എങ്ങനെയാ നിർവചനം കൊടുത്തത്? തന്നിലിരിക്കുന്ന പരിശുദ്ധാത്മാവ് അതിനെ വെളിപ്പെടുത്തി കൊടുത്തു. നീ നടന്നുപോയ കാര്യങ്ങൾ, നീ കണ്ട കാര്യങ്ങൾ, കേട്ട കാര്യങ്ങൾ, വചനപ്രകാരം അതിന്റെ പൊരുളുകളെ പരിശുദ്ധാത്മാവ് അളിയ പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പാടാണ് എഴുതി വെച്ചിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഈ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ താൻ മഹിമ കണ്ട സാക്ഷികൾ എന്ന് വെറുതെ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ വെറുതെ ഞങ്ങൾ മഹിമ കണ്ടിട്ടാന്നൊക്കെ പറഞ്ഞ കേൾക്കാൻ രസമുണ്ടെങ്കിലും പത്രോസ് കണ്ടതുപോലെ ഒരു മഹിമ കണ്ട എത്ര പേരുണ്ട്? ഹല്ലേലൂയ. പൗലോസ് ദമസ്കോസിന്റെ പടിവാതിക്കൽ ചെന്നപ്പോൾ സൂര്യനെ കവിയുന്നൊരു തേജസ് അവന്റെ മേൽ വന്ന് മിന്നി. അല്ലേ? അതെന്താണ്? മഹിമയാ കണ്ടത്. അല്ലേ? ഒരു വലിയ തേജസ് കണ്ടു. ആ കാഴ്ച അവന്റെ മർത്യ കണ്ണുകൊണ്ട് കണ്ടപ്പോ എന്നാ പറ്റി? അവന്റെ കണ്ണിന്റെ കാഴ്ച പോയി. എന്നാൽ ഈ പത്രോസും യാക്കോബും യോഹന്നാനും മറുരൂപ മലയിൽ ഇരുന്ന് കണ്ടപ്പോ അവരുടെ ആരുടെയും കണ്ണിന്റെ കാഴ്ച പോയോ? മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായോ? ഹല്ലേലൂയ. ഒന്നും കൂടെ ആ ഭാഗം വായിച്ചേ, നമുക്ക് എന്നിട്ട് പറ്റൂക്കി അങ്ങോട്ട് മറുരൂപ മലയിൽ പോയിട്ട് വരണം. ശ്രദ്ധിക്കുക, അവിടെ പറയുന്നത് യേശുക്രിസ്തുവിന്റെ ശക്തി. കണ്ടോ? യേശുക്രിസ്തുവിന്റെ ശക്തി അപ്പോൾ അനുഭവിക്കുന്നു. പത്രോസ് അനുഭവിച്ചോണ്ട് ദൈവശക്തി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്തത് ക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷ. ഈ രണ്ട് കാര്യം വെറുതെ ആലങ്കാരികമായിട്ട് എഴുതി വെച്ചേക്കുന്നല്ല. അവിടെ മറുരൂപ മലയിൽ പത്രോസ് ഇരുന്നപ്പോൾ നേരിട്ട് കണ്ടു ആ തേജസ്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളിത് ആഴത്തിൽ പഠിക്കുമ്പോൾ അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നത് നേരിട്ട് കണ്ണുകൊണ്ട് ആ മഹത്വം കണ്ടു. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് വന്ന ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടു വന്ന ദൈവശക്തിയുടെ മുമ്പിൽ ആര് ഭയപ്പെട്ടു പോയി? പത്രോസും യാക്കോബും യോഹന്നാനൊക്കെ ഭയപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് അന്ന് വന്നു. എന്നാൽ പെന്തക്കോസ്ത് നാളിന് ശേഷം താൻ ഉയരത്തിന് ശക്തി പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് പ്രാപിച്ച ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെട്ട ദൈവശക്തി ഇന്ന് പരിശുദ്ധാത്മാവ് വിശ്വാസത്താൽ പത്രോസിന്റെ ഹൃദയത്തിൽ കൊടുത്തു.
മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങനെ അസാധാരണമായ പല കാഴ്ചകളും കാളലിയെ കണ്ട് ഒരു ദൈവഭക്തനായിരിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ഏതൊരു വിഷയത്തിന്റെ പിന്നിലും പരിശുദ്ധാത്മാവിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ഒരു വാഗ്ദത്തമാണിത്. ആമേൻ. നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്കൊന്ന് വായിച്ചേ, ഒന്നും കൂടെ വായിച്ചേ ഭാഗം. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും അറിയിച്ചത് നിർമ്മിത കഥകളെ ഞാൻ ആദ്യം പറഞ്ഞു. എങ്ങനെയാണ് ഈ പത്രോസിന് ക്ഷയമില്ലാത്തത്, മാലിന്യമില്ലാത്തത്, വാട്ടമില്ലാത്തതെന്ന് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്? വളരെ വ്യക്തമായൊരു ചോദ്യമാണ്. എങ്ങനെയാണ് പത്രോസിന് ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞത്? എപ്പോൾ? തന്റെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണ് ഇത് കാണുവാൻ കഴിഞ്ഞത്? ഇങ്ങനെ ഞാനൊരു കാര്യം പറയാം. ഒരു ദൈവവൈതലിനെ കർത്താവ് വിളിക്കുമ്പോൾ നിങ്ങൾ ദർശനങ്ങളാകട്ടെ വെളിപ്പാടുകളാകട്ടെ കാണുന്നതിന്റെ കാരണം നിങ്ങളെ വിശ്വാസത്തിൽ ദൈവം ഉറപ്പിക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കാണുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന കാര്യം അവൻ കണ്ടത് ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്തത്, മാലിന്യമില്ലാത്തതാണ് കണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് ദൈവം അവരെ ഉറപ്പിച്ചു നിർത്തുന്നത്. ആമേൻ. അല്ലെങ്കിൽ എന്ന അനേകരെ സംബന്ധിച്ച് ആ ഒരു യാഥാർത്ഥ്യം അല്ലെങ്കിൽ പലപ്പോഴും ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് പലരും സ്വതന്ത്രം കുഴഞ്ഞു പോകുന്നത്. അതുകൊണ്ട് കൃപാവരങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അഭിഷേകമില്ലാതെ ഒരു വ്യക്തി പോലും ദൈവസന്നിധിയില ഹല്ലേലൂയ സ്തോത്രം ഒരിക്കലും ഒരു വ്യക്തി പോലും ദൈവസന്നിധിയിൽ ചെല്ലുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. ഒരു വ്യക്തി പോലും ദൈവസന്നിധിയിൽ ചെല്ലുകയില്ല. അഭിഷേകമില്ലാതെയും ദൈവശക്തി ഇല്ലാതെയും ഒരു വ്യക്തി പോലും ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. പുസ്തകം കൈവച്ചെന്നോ അല്ലെങ്കിൽ ഒരു സംഘടനയ്ക്ക് അത് മെമ്പർഷിപ്പ് ഉണ്ടെന്നോ ഞാൻ വെള്ളത്തിൽ സ്നാനപ്പെട്ടെന്നോ ഒന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സ്നാനപ്പെട്ടാൽ വിശ്വസിച്ച് സ്നാനപ്പെടണം. വിശ്വാസത്തിന് ഈ പറയുന്ന ഘടകങ്ങളെല്ലാം കാരണമാണെന്ന് മനസ്സിലാക്കിക്കോണം. ആമേൻ. വിശ്വസിക്കാൻ എങ്ങനെ നീ വിശ്വസിച്ചു? എങ്ങനെ വിശ്വസിച്ചു? നീ എന്താ വിശ്വസിച്ചത്? നീ എന്ത് കണ്ടാ വിശ്വസിക്കുന്നത്? നീ എന്ത് അനുഭവിച്ചിട്ടാ വിശ്വസിച്ചത്? ഒന്നും കണ്ടില്ല, ഒന്നും കേട്ടില്ല, ഒന്നും മനസ്സിലായില്ല, ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഒരു ഗുണവുമില്ല. ഒരു കോഴിപ്പപ്പ് പോലും നിലത്തുനിന്ന് പറന്നു പോകത്തില്ല വിശ്വാസം കൊണ്ട്. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് സ്തോത്രം മറുരൂപപ്പെട്ട അല്ലെങ്കിൽ കർത്താവ് രൂപാന്തരപ്പെട്ട് കാണിച്ച ആ ഭാഗത്തിലേക്ക് നമുക്കൊന്ന് വരാം. ആ ഭാഗത്തിൽ ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. 9-ാം അധ്യായം, ലൂക്കോസ് 9-ാം അധ്യായം 28-ാം വാക്യം മുതൽ. അവിടെ ഞാനൊരു കാര്യം പറയാനുണ്ട്. അതുകൂടെ പറഞ്ഞതിന് ശേഷം മറ്റു ചില വിഷയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നടത്തുന്നത് പോലെ നമുക്ക് നടക്കാം. ആമേൻ. ആ ഭാഗം ഒന്ന് വായിച്ചേ. അതിൽ നമ്മൾ വായിക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാം. മറുരൂപ മലയിൽ വെച്ച് കർത്താവ് രൂപാന്തരപ്പെട്ട് കാണിച്ചു കൊടുത്തു. ആ രൂപാന്തര ഭാവത്തെ, ദൈവഭാവത്തെ കണ്ണാൽ കണ്ട പത്രോസ് വിശ്വസിച്ചു. ദൈവം ആരാന്ന് മനസ്സിലായി. പിതാവിൽ നിന്ന് വന്ന മഹത്വം പുത്രനിൽ വെളിപ്പെട്ടത് കണ്ണാൽ കാണാൻ ഇടയായി തീർന്നു. അവിടെ താൻ കണ്ടത് ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രൻ മനുഷ്യരൂപത്തിൽ ഇരിക്കുമ്പോൾ, ജഡത്തിൽ വെളിപ്പെട്ട ദൈവപുത്രൻ മനുഷ്യരൂപത്തിൽ ഭൂമിയിൽ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ തേജസ് തന്റെ മീതെ വെളിപ്പെട്ടപ്പോൾ, പിതാവിന്റെ തേജസ് പുത്രന്റെ മീതെ വെളിപ്പെട്ടപ്പോൾ പുത്രന്റെ ധരിച്ചിരുന്ന വസ്ത്രത്തിന്റെ തേജസ് മാറി, മുഖത്തിന്റെ ഭാവം മാറി. അപ്പോൾ പിതാവിന്റെ തേജസ് പുത്രനിൽ വെളിപ്പെട്ടു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം പത്രോസിന് മനസ്സിലാകുന്നുണ്ട്. എന്താണെന്നറിയാവോ? അഭിഷേകം പ്രാപിച്ച ആത്മാവിനാൽ നടത്തപ്പെടുന്ന പത്രോസിന് മനസ്സിലായി താൻ രൂപാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ അന്ന് മറുരൂപമലയിൽ വെച്ച് കണ്ട യേശു ക്രിസ്തുവിന്റെ രൂപ സാദൃശ്യം മനസ്സിലാക്കണം. ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്ത, മലിനമില്ലാത്ത ഒരു ശരീരമാണ് അന്ന് അവിടെ വെച്ച് വെളിപ്പെടുത്തിയത്. അപ്പോൾ ആ രൂപാന്തര ശരീരമാണ് നമുക്ക് തരുവാൻ കർത്താവ് ഇരിക്കുന്നത്. ആ രൂപാന്തര ശരീരത്തിലേക്ക് ഉയരുമ്പോൾ മാത്രമാണ് മറുരൂപ മലയിൽ വെച്ച് പത്രോസിൽ പിതാവിന്റെ തേജസ് വെളിപ്പെട്ടതുപോലെ രൂപാന്തരം പ്രാപിച്ച് സ്വർഗത്തിലെത്തുന്ന ഏതൊരു മനുഷ്യരും അവന്റെ രൂപാന്തര ശരീരത്തിൽ ക്രിസ്തുവിന്റെ തേജസ് പ്രതിബിംബിക്കാൻ പോകുന്നത്. ഇതെല്ലാം ലിറ്ററലാണ്. ആമേൻ. വായിച്ചേ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി. ഇവിടെ ശ്രദ്ധിക്കണം, മുഖത്തിന്റെ ഭാവം മാറി. അടുത്തത് ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു.
ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. രണ്ട് പുരുഷന്മാർ സംഭാഷിച്ചു. മനസ്സിലാക്കണം, ഇപ്പൊ രൂപാന്തരപ്പെട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ മുഖഭാവം മാറി. ഇങ്ങനെ തന്നെ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ യേശുക്രിസ്തുവിനെ കണ്ട് നിന്ന് തന്നെ കാണുവാൻ വന്ന മഗ്ദലക്കാരത്തി മറിയ ഉൾപ്പെടെയുള്ളവരെ ശവക്കല്ലറയിൽ വെച്ച് കണ്ടപ്പോൾ സ്തോത്രം അവര് വിചാരിച്ചത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചു. കർത്താവിനെ മനസ്സിലാക്കാൻ പറ്റിയില്ല. അപ്പോൾ മനസ്സിലാക്കണം, ആ രൂപം മാറി പെട്ടെന്ന്. അടുത്തത് സ്തോത്രം കർത്താവ് യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ കർത്താവിന്റെ രൂപം ഭൂമിയിൽ വെച്ച് കണ്ട രൂപമല്ല. മനസ്സിലാക്കുന്നുണ്ടോ ഞാൻ ഈ പറയുന്നെന്നാന്ന്? ഹല്ലേലൂയ. ക്രിസ്തു ഭൂമിയിൽ ഇരുന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ച ഉടനെ താൻ ശിഷ്യന്മാരുടെ മുമ്പിൽ വെച്ച് രൂപാന്തരപ്പെട്ട് കാണിക്കുകയാണ്. തന്റെ മുഖത്തിന്റെ ഭാവം മാറി. വായിച്ചേ, വേഗം വായിക്കേ. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. ആമേൻ. അടുത്തത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം. ഞാൻ പറയാം, അങ്ങോട്ട് വരാം, വേറൊരു വിഷയം പറഞ്ഞാല് ഇത് കണക്ഷൻ വരത്തുള്ളൂ. ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എന്ത് സംഭവിച്ചത്? അതായത് തന്നിൽ ഉണർന്നപ്പോഴാണ്. ഉണർന്നു, മനസ്സിലാവുന്നുണ്ടോ? ഉണർന്നപ്പോൾ രൂപാന്തരപ്പെട്ടു. അപ്പൊ ഉണർന്നിരിക്കുന്നവരെ രൂപാന്തരപ്പെടത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ആത്മാവിൽ ഉണർവുള്ളവരെ രൂപാന്തരപ്പെടുത്തുള്ളൂ. ഹല്ലേലൂയ. വളരെ വ്യത്യസ്ത ഒരു തിരിച്ചറിയണേ എന്ന് ഞാനല്ല, അതിന്റെ മറ്റു വഴികളിലൊന്നും പോകുന്നില്ല. ഉണർന്നിരിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുള്ളൂ. അതങ്ങ് പറഞ്ഞു വിടുകയാണ്. രൂപാന്തരപ്പെടാത്തവരാരാന്നൊന്നും ഞാനിപ്പോ സെൻസസ് എടുക്കുന്നില്ല. അതൊക്കെ കൈവിട്ട കേസാ. അടുത്ത് വായിക്കേ. മോശയും ഏലിയാവും. ഞാൻ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഈ വിഷയം സംസാരിച്ചതാണ്. അതായത് ക്രിസ്തു, ഈ വാക്യം വായിക്കുമ്പോൾ ഇതിന്റെ ചേരെ വായിക്കേണ്ട മറ്റൊരു വാക്യമാണ് കൊലോസ്യ ലേഖനം, അതിന്റെ 3-ാം അധ്യായം, അതിന്റെ 3-ാം വാക്യം, 3:3. നിങ്ങൾ മരിച്ച് ഇവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിച്ചോ. നിങ്ങൾ മരിച്ചു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ. അടുത്തത് വെളിപ്പെടുന്നത് അപ്പോഴാ? ഇനി മറഞ്ഞിരിക്കുക. അത് ഹൈഡ് ആയിരിക്കുക. ഇനി അത് റിവീൽ ആകണം, വെളിപ്പെടണം. എപ്പോൾ വെളിപ്പെടും? അടുത്ത വാക്യം, നമ്മുടെ ജീവനായ ക്രിസ്തു. ശ്രദ്ധിച്ചേ, നാം ക്രിസ്തുവിൽ മറങ്ങിയിരിക്കുന്നെങ്കിൽ നമ്മൾ ആരാന്ന് വെളിപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്രിസ്തു വെളിപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? എപ്പോഴാണ് നമ്മൾ രൂപാന്തരം പ്രാപിക്കുന്നത്? കർത്താവ് താൻ ഗംഭീര നാദത്തോടും പ്രധാന ദൂതത്തിന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരണം. ഹല്ലേലൂയ, സ്തോത്രം. മനസ്സിലാക്കണം, ആ നേരത്ത് നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അപ്പോൾ ക്രിസ്തുവിൽ മറങ്ങിയിരിക്കുന്നത് ആരാണോ, അതായത് ക്രിസ്തുവിൽ വീണ്ടും ജനനം പ്രാപിച്ചവൻ മാത്രമാ രൂപാന്തരപ്പെടത്തുള്ളൂ. ഉണർന്നും പ്രാർത്ഥിച്ചും ഇരിക്കുന്നവരെ ആ നേരത്ത് രൂപാന്തരപ്പെടത്തുള്ളൂ. ക്രിസ്തുവിന്റെ മുഖഭാവം മാറി. വായിച്ച് നമുക്ക് കൊലോസ്യ ലേഖനം വിടാം. ലൂക്കോസ് മടങ്ങി വരാം. ലൂക്കോസ് 9:29 വായിച്ച. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീർന്നു. അടുത്തത്, അവിടെ ശ്രദ്ധിക്കണം, 2 പുരുഷന്മാർ അവരോട് സംഭാഷിച്ചു, മോശയോടും ഏലിയാവോടും തന്നെ. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. മനുഷ്യരാകുന്ന നാം മർത്യ ശരീരത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മറ്റു മനുഷ്യരെയും നമ്മുടെ മർത്യ കണ്ടുകൊണ്ട് കാണാൻ കഴിയുന്നുവെങ്കിൽ, ഹല്ലേലൂയ, ആത്മശരീരം പ്രാപിച്ചവർ അവരിലെ ആത്മശരീരം വെളിപ്പെടേണ്ടതിന് അവർക്ക് ആത്മശരീരം നൽകുന്നവൻ പ്രത്യക്ഷമാകുമ്പോൾ അവന്റെ സന്നിധിയിൽ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നവർ പ്രത്യക്ഷമാകും. മനസ്സിലാകുന്നുണ്ടോ? ക്രിസ്തു ദൈവസന്നിധിയിൽ നിന്ന് നമ്മെ ഹല്ലേലൂയ കൊണ്ടുപോകേണ്ടതിന്, നമ്മളെ ദൈവസന്നിധിയിൽ ചേർക്കേണ്ടതിന് വേണ്ടി അവൻ ഇറങ്ങി വന്ന് അവൻ ഹല്ലേലൂയ സ്തോത്രം തേജസ്സിൽ പ്രത്യക്ഷമാകുമ്പോൾ അവന്റെ സന്നിധിയിൽ നാമും പ്രത്യക്ഷമാകും. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് ഈ കാലഘട്ടത്തിൽ നിനക്ക് എന്തെങ്കിലും കിട്ടാൻ പോകുന്നു. ദാരിദ്ര്യവാസി തിയോളജി കളഞ്ഞിട്ട് ജീവന്റെ വചനത്തിലേക്ക് ഇന്ന് അനേകർ കടന്നു വരണം.
ഹല്ലേലൂയ. നിന്നെ ഏതാണ്ട് ഉണ്ടാക്കാൻ പോവാന്നുള്ള പറഞ്ഞ് കേട്ട് കുറെ ഹല്ലേലൂയ ക്രിസ്തുവിനെ കാണാത്തവര് ഇപ്പോൾ എന്തെങ്കിലും പ്രാപിക്കുന്നു വിചാരിച്ച് ഓടിക്കൊണ്ടിരിക്കുക. കാഹളം ധരിക്കാൻ സമയമായി, എന്നിട്ടും അനേകരെ പെട്ടകത്തിൽ കയറാതിരിക്കുക. മനസ്സിലാകുന്നുണ്ടോ? അനേകർ മനസ്സിലാക്കുന്നില്ല, കൈവിടപ്പെട്ടു പോകും. കാര്യം നടത്തുന്നവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെട്ടിട്ടില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ നിത്യജീവനെ കുറിച്ച് കാണുന്നില്ല. ഈ അല്പായുസിലുള്ള കാര്യവും ക്രിസ്തു ദൃഷ്ടി നിമിത്തം ഈ ലോകത്തിലെ വിഷയവും മാത്രം പറഞ്ഞ് അനേകർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം ഒരു ന്യായവിധി ഉണ്ടെന്ന് മറന്നു പോകരുത്. ഹല്ലേലൂയ. വായിച്ചേ, ആ ഭാഗം വായിച്ചേ. അവർ തേജസ്സിൽ, മോശയും ഏലിയാവും തേജസ്സിൽ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, കൊലോസ്യ ലേഖനത്തിലെ വാക്യത്തിന്റെ അകത്ത് നാം മരിച്ച് നമ്മുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അവൻ വെളിപ്പെടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ക്രിസ്തു വെളിപ്പെടുമ്പോൾ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ. അതായത് ക്രിസ്തു എവിടെ വെളിപ്പെട്ടാലും ക്രിസ്തുവിൽ ജീവിക്കുന്നവർ അവിടെ വെളിപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? എന്നാൽ ഇന്ന് നമ്മളുടെ ഓട്ടം തികയാത്തത് കൊണ്ടും നമ്മളുടെ മരണമോ അല്ലെങ്കിൽ നമ്മളുടെ രൂപാന്തരപ്പെട്ട് നമ്മൾ ക്രിസ്തു ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടുകയോ ചെയ്യുന്നത് വരെയും, അത് യേശു ക്രിസ്തുവിന്റെ വരവ് വരെയും നമ്മൾ ഇന്ന് ഭൂമിയിലായിരിക്കുകയാണ്. എന്നാൽ ക്രിസ്തു നമ്മെ ചേർക്കേണ്ടതിന് കൂടി വരുവാൻ കർത്താവ് നമുക്ക് വേണ്ടി ഒരുങ്ങുക. നമ്മൾ ഈ ഭാഗം വായിക്കുമ്പോൾ ഇതിലൂടെ കണക്ട് ചെയ്ത് വായിക്കേണ്ട മറ്റൊരു ഭാഗം എന്താണെന്നറിയാവും? ഇപ്പോൾ ഏലിയാവും മോശയും പ്രത്യക്ഷപ്പെട്ടു അല്ലേ? നമ്മൾ വായിച്ച 2 പത്രോസ് ഒന്ന് നോക്കിക്കോട്ടെ. അതിൻ്റെ സ്തോത്രം 1 പത്രോസ് 1:11 വായിച്ചേ. ഞാനൊരു കാര്യം പറയാം. 1 പത്രോസ് 1:11. നമ്മൾ തുടങ്ങിയത് 5 സ്തോത്രം. ക്ഷയം, മാലിന്യം, വാട്ടം എന്നില്ലാത്തത് അവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു അല്ലേ? എന്നാൽ ഇപ്പോൾ സ്തോത്രം 10 മുതൽ വായിച്ചേ. 10 മുതൽ വായിച്ചേ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. മോശെ, ഏലിയാവ് ആരാന്ന് മനസ്സിലായോ? ആരാ? അവര് പ്രവാചകന്മാരായിരുന്നു. അപ്പോൾ അവരെ കുറിച്ച് പത്രോസ് ഇവിടെ പറയുന്നു, അവരിൽ വന്ന പരിശുദ്ധാത്മാവ്. അവിടെ വായിക്കുന്ന കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളിൽ വരാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അടുത്തത് അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവ്. അപ്പൊ ശ്രദ്ധിച്ചേ, മോശ എങ്ങനെ ക്രിസ്തുവിന്റെ തേജസ്സിൽ വന്നത്? ഏലിയാവ് എങ്ങനെ ക്രിസ്തുവിന്റെ തേജസ്സിൽ വന്നത്? ഇവർ രണ്ടുപേരിലും വ്യാപരിച്ചത് പരിശുദ്ധാത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് മോശയിലും ഏലിയാവിലും ഉള്ളത് കൊണ്ടാണ് അവർ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടത്. ഞങ്ങൾ ഈ ശുശ്രൂഷിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അവർക്ക് വേണ്ടിയല്ല. ഇന്ന് ക്രിസ്തുവിന്റെ ക്രൂശ് മരണ മുഖാന്തരം ലോകത്തെമ്പാടും സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് വീണ്ടും ജനം പ്രാപിച്ച വിശുദ്ധന്മാർ കൃപയിലേക്ക് വരും. അവർക്ക് വേണ്ടിയാണ് നിങ്ങൾ, ഏലിയാവേ, മോശേ, നിങ്ങൾ ശുശ്രൂഷിക്കുന്നത്. നിങ്ങളുടെ കയ്യാൽ നടക്കുന്ന അത്ഭുതം അടയാളങ്ങളും വീര്യപ്രവർത്തികളും ആത്മാവിൽ ദർശിക്കുന്ന ഭൂമിയിൽ എമ്പാടുമുള്ള ഓരോ വിശുദ്ധനും ആത്മാവിൽ നിങ്ങൾ ചെയ്ത ക്രിയകളെ കാണുമ്പോൾ നിങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിച്ച പരിശുദ്ധാത്മാവിന് മഹത്വം കൊടുത്തുകൊണ്ട് ക്രിസ്തുവിന് പൂർണ്ണ മഹത്വം വെളിപ്പെടുവാൻ ഇടയായിത്തീരും. ഈ വലിയ വെളിപ്പാടിലാണ് പത്രോസ് നിന്ന് സംസാരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നത് വെറുതെയുള്ള കാര്യമല്ല. എങ്ങനെയാണ് ഈ ക്രിസ്തുവിന്റെ തേജസ്സിൽ മോശെ, ഏലിയാവും വന്നത്? അവരെ ഒരുക്കിയ ആത്മാവ് പത്രോസിൽ വന്ന് പത്രോസിനെ മനസ്സിലാക്കിച്ചതാണ്. പത്രോസെ, നീ രക്ഷിക്കപ്പെട്ടു വരേണ്ടതിന് അന്ന് മോശയും ഏലിയാവും അന്ന് ശുശ്രൂഷിച്ചപ്പോൾ അവരിൽ ക്രിസ്തുവിന്റെ ആത്മാവ് ഇടപെട്ടു. അത് നിമിത്തം കൊലോസ്യ ലേഖനത്തിലെ വചനം അവിടെ നിവർത്തിക്കപ്പെടണം. എന്ത് വരണം? ഹല്ലേലൂയ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഹല്ലേലൂയ. ഇവിടെ വചനം എന്താ ഇവിടെ പറയുന്നത്? കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ച വചനം എന്താണ്? സ്തോത്രം. നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ. അപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവിനാൽ മോശയും ഏലിയാവും അവരുടെ ശുശ്രൂഷ തികച്ച് ക്രിസ്തുവിൽ മറഞ്ഞിരുന്നു. ആ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നപ്പോൾ അതേ ആത്മാവിനാലാണ് ഇന്ന് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് ചെങ്കടലിന്റെ സൈഡിൽ ചെന്ന് വടി നീട്ടിയ എന്തെങ്കിലും സംഭവിക്കുമോ? സംഭവിക്കുമോ? യോർദാനിൽ പോയി നിന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല. പിന്നെയോ, നമുക്ക് നൽകിയിരിക്കുന്ന കൃപ, നമ്മുടെ വായിലെ വചനം, ദൈവത്തിന്റെ വചനം നൽകി അനേക രക്ഷയിലേക്ക് വരുവാനുള്ള അധികാരമാണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. നമ്മുടെ കൈയാൽ നമ്മൾ വചനമില്ലെങ്കിൽ നമ്മൾ പ്രസംഗിക്കുന്ന വചനം ഉറപ്പിക്കേണ്ടതിന് ദൈവം അത്ഭുതങ്ങളെ ചെയ്തിരുന്നു. നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് ഇന്ന് വരുമ്പോൾ അത്ഭുതം, അടയാളം സെക്കൻഡറി, പ്രൈമറി ജീവന്റെ വചനത്തിനാണ് പ്രസക്തി ഇരിക്കുന്നത്. നാം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. ഇതിനാണ് ദൈവം നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. വായിച്ചേ, ഭാഗം വായിച്ചേ. അപ്പോൾ പുത്രനാകുന്ന യേശു ക്രിസ്തു പിതാവിന്റെ വലതുഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് ഇത് അന്വേഷിച്ചത് കൊണ്ടാണ് മരണം കാണാതെ രണ്ടുപേരും എടുക്കപ്പെട്ടത്. ആര്? മോശയും ഏലിയാവും. അപ്പൊ അവർക്ക് ക്രിസ്തു അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ക്രിസ്തുവിന്റെ ആത്മാവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. നിങ്ങളുടെ ശുശ്രൂഷ, നിങ്ങൾ തികച്ച നിങ്ങളുടെ ആത്മാവ് എന്നിൽ മറഞ്ഞിരിക്കേണ്ടതിന്. അപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരുന്നത് കൊണ്ടാണ് ക്രിസ്തു വെളിപ്പെട്ടപ്പോൾ അവന്റെ തേജസ്സിൽ ഇവരും വെളിപ്പെട്ടത്. മനസ്സിലായോ? വായിച്ചേ സ്തോത്രം. നമ്മൾ വായിച്ച പത്രോസിന്റെ 1-ാം ലേഖനം സ്തോത്രം 1:10 വായിച്ച, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെ കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അടുത്തത് 11-ാം വാക്യം. അവരിൽ ശ്രദ്ധിക്കണം. ഈ പിൻവരുന്ന മഹിമ ഏതാ? പിൻവരുന്ന മഹിമയാണ് 5-ാം വാക്യം. എന്നാ? കണ്ടോ? ആ അവകാശം, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്ത അവകാശം പ്രാപിക്കാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾക്ക് ശേഷം പിൻവരുന്ന മഹിമ എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ഇന്ന് ദൈവസഭയാണെങ്കിൽ, നമ്മൾ പത്രോസിന്റെ ചരിത്രം വായിച്ചാൽ മറുവമലയില് മോശയും ഏലിയാവും അത് പ്രാപിച്ചു നിൽക്കുന്നതാണ് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിന്റെ തേജസ്സിൽ അവർ വെളിപ്പെടുന്നതാണ് കാണുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ പ്രത്യാശയിലെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പ്രത്യക്ഷമാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ പ്രത്യക്ഷമാകണം. ഹല്ലേലൂയ. വായിച്ചേ, തുടർന്ന് വായിച്ചേ. ഈ രക്ഷയെ ആരാഞ്ഞു അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് തങ്ങൾക്കായിട്ടല്ല എന്ന് അവർക്ക് വെളിപ്പെട്ടു. അടുത്തത് അതായത് നാം ദൈവരാജ്യത്തിൽ ചേർക്കപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ എബ്രായ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് സുപരിതമായ വാക്യമാണ്. ആകെ സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം അല്ലേ? നമുക്ക് മുമ്പേ ഓട്ടം തികച്ചു നിൽക്കുന്നവർ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ദൈവസഭയിൽ അവസാനത്തെ വ്യക്തി വന്നതിന് ശേഷമാണ് നാം ഒരുമിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ശുശ്രൂഷ പ്രാപിക്കേണ്ടതിന് പരിശുദ്ധാത്മാവിനാലാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം ഈ ഭൂമിയിൽ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വന്നത് നമ്മളെ അവന്റെ ഭവനത്തിൽ ചേർക്കാൻ തന്നെയാണ്. ഹല്ലേലൂയ. വേറെ എന്തെങ്കിലും ഈ ഭൂമി കിട്ടുമോ? ബോണസായിട്ട് വല്ലതും കിട്ടിയെങ്കിൽ കിട്ടാതെ ഇരിക്കും. ഹല്ലേലൂയ. അതല്ല വിഷയം. ദൈവരാജ്യമാണ് വിഷയം. അവിടെ ചേർക്കപ്പെടണം. ഈ ലോകം നശിക്കുമ്പോൾ ഇളക്കമില്ലാത്ത രാജ്യത്ത് നമ്മളെ നേടിയവനാകുന്ന ക്രിസ്തുവിനോടുകൂടെ നമ്മൾ വാഴണം, അവനോടുകൂടെ നമ്മൾ വസിക്കണം. അതാണ് പിതാവിന്റെ ഇഷ്ടം എന്നുള്ളത്. ആമേൻ. ആ ഇഷ്ടം ഗ്രഹിക്കാതെയാണ് ഇന്ന് അനേകര് മറ്റു വഴികളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊന്നും ഞാനിപ്പോ എടുക്കുന്നില്ല. കാര്യം അതൊക്കെ പ്രസംഗം ഞാൻ നിർത്തി. കാര്യം അത് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാ അത് പറയുന്നത്? നമുക്ക് പോകാനുള്ള കാര്യം നോക്കാം. ഹല്ലേലൂയ. വല്ലവിധേയരെ അവന്റെ രാജ്യത്തിൽ ചേർക്കപ്പെടണമല്ലോ. കൃപയാലാണ് സംഭവിക്കുന്നുള്ളൂ. ചുമ്മാ ഇരുന്നാൽ നടക്കത്തില്ലെന്നുള്ളതിന് ചില കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ അടുത്ത 2 വാക്കുകൾ വായിച്ചേ.
1 പത്രോസ് 4:1 വായിച്ച് 6 മുതൽ വായിച്ചേ. ആമേൻ, വായിച്ചേ. വിളിച്ചോണ്ടോ? വായിച്ചോ? ഇല്ല, എന്നാ ഞാൻ വായിക്കാം. അവിടെ വായിക്കുന്നത്, ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അടുത്ത് അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. അപ്പോൾ ദൈവരാജ്യം അല്ലെങ്കിൽ ക്ഷയമില്ലാത്തത്, മാലിന്യമില്ലാത്തത്, വാട്ടമില്ലാത്ത അവകാശം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് നമ്മുടെ ജീവിതത്തിൽ ഒരു ടെസ്റ്റ് ഉണ്ട്, ഒരു പരീക്ഷ ജീവിതത്തിൽ ദൈവം തരും. ആ പരീക്ഷകളെ ജയിക്കുന്നവന് മാത്രമാണ് ദൈവരാജ്യത്തിലേക്ക് പോകുവാനായിട്ട് സാധിക്കത്തുള്ളൂ, അല്ലേ? അവിടെ വായിക്കുന്നത്, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് ആനന്ദിക്കല്ലോ. ആനന്ദത്തിന് കാരണം എന്നാണ്? എന്റെ നിത്യമായ ദേശം ഇവിടെയല്ല, എന്റെ രാജ്യം വരുന്നതേ ഉള്ളൂ. അവന്റെ രാജ്യത്തിൽ ഞാൻ സന്തോഷിക്കും, അവനോടുകൂടെ വാഴുമെന്നുള്ളതാണ് ആ വലിയ പ്രത്യാശ. ആമേൻ. ആ വലിയ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ നമ്മൾ ഒന്നിനാണ് നമ്മൾ ഭാരപ്പെടരുത്. കാര്യം നമ്മൾക്ക് നിത്യമായി ഒരുക്കി വെച്ചിരിക്കുന്ന നിത്യ സമ്പത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കണം. ആമേൻ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പരീക്ഷയുണ്ട്. ആ പരീക്ഷ ഏതുപോലെയാണ് വായിച്ചേ? ദുഃഖിച്ചിരിക്കേണ്ടി വന്നാൽ, അപ്പോൾ മനസ്സിലാക്കണം, ലോകത്തിൽ ദുഃഖമുണ്ട്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നു, നമ്മുടെ ദുഃഖം, സാമ്പത്തികത്തെ കുറിച്ചുള്ള ദുഃഖം, തലമുറകളെ കുറിച്ചുള്ള ദുഃഖം, ഭാവിയെ കുറിച്ചുള്ള ദുഃഖം, എനിക്കാണ് ശുശ്രൂഷയെ കുറിച്ചുള്ള ദുഃഖം, പലതിനെ കുറിച്ചുള്ള ദുഃഖമുണ്ട്. ഇതിനൊന്നും പരിഹാരം വരുന്നതല്ല ദൈവത്തിന്റെ ഭാഗത്ത്. ഇതെല്ലാം നമ്മൾ സഹിക്കുമ്പോഴും കൃപയിൽ ആശ്രയിക്കണം. കാരണം എന്നാണ്? ക്ഷയിക്കാത്തത്, മലിനപ്പെടാതെ, വാടാത്ത ഒരു അവകാശം നമുക്ക് കർത്താവ് തരാതിരിക്കുകയാണ്. അത് ഈ ഭൂമിയിലല്ല, ഇവിടെ കിട്ടുന്ന ഏതെങ്കിലും ഒരു ജോലിയോ ഒരു പദവിയോ അല്ലെങ്കിൽ ഒരു കാര്യമല്ല, ഒരിക്കലുമല്ല കർത്താവ് തരാനിരിക്കുന്നത്. അത് ദൈവരാജ്യമാണ് നമുക്ക് കർത്താവ് തരുവാനിരിക്കുന്നത്. വായിച്ചേ. അഴിഞ്ഞു പോകുന്നതും അപ്പോൾ ശ്രദ്ധിക്കണം, ക്രിസ്തുയേശുവിന്റെ പ്രത്യക്ഷതയിൽ അവനോടുകൂടെ കഷ്ടം സഹിച്ചവർ അത് മാനത്തിനായി, അല്ലെങ്കിൽ അവിടെ വായിക്കുന്ന എന്തൊക്കെയാണ് കാര്യങ്ങളാണ്? സ്തോത്രം. പുകഴ്ച, തേജസ്, മാനം. കണ്ടോ, ഇത് മൂന്നും നമുക്ക് ലഭിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ മാത്രമാണ്. ക്രിസ്തുവിന്റെ വരവിങ്കൽ മാത്രമാണ് ഇത് ലഭിക്കുന്നത്, അല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ കർത്താവ് പ്രതീക്ഷിക്കുന്ന നിലവാരത്തിൽ പോയാൽ മാത്രമേ അത് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ പറഞ്ഞ വചനങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ 3 കാര്യങ്ങൾ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ കിട്ടുന്നത് എപ്പോഴാ? യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവുകൾ മാത്രമാണ്. അതിനു മുമ്പ് നമ്മൾ മാനിക്കപ്പെടുന്നില്ല. മനസ്സിലാക്കണം, നാം മാനിക്കപ്പെടുക എന്ന് പത്രോസ് ഉദ്ദേശിക്കുന്നത് നാം രൂപാന്തര ശരീരം പ്രാപിക്കുമ്പോഴാണ് ആ മാന്യത വെളിപ്പെടുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആ മാന്യത വെളിപ്പെടുന്നത്. സ്തോത്രം. നമുക്ക് ചില വചനങ്ങളും കൂടെ നമുക്ക് വായിക്കാം. സ്തോത്രം. അനുകൂലമായ ചില സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 42 മുതൽ വായിച്ചേ. 15-ന്റെ 42 മുതൽ. അവണ്ണം തന്നെ
ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ രണ്ട് കാര്യം പൗലോസ് പറയുകയാണ്. കാര്യം ഉയർക്കുന്നതിന് മുമ്പ് സ്തോത്രം മരിച്ചവരുടെ കാര്യവും ജീവിച്ചിരിക്കുന്നവരുടെ കാര്യം പറയാം. ആദ്യം മരിച്ചവരുടെ കാര്യമാണ് പറയുന്നത്. അവിടെ വായിക്കുന്നത് എന്താണ്? അവണ്ണം തന്നെ ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ. കണ്ടോ, അദ്രവത്വം എന്ന് പറഞ്ഞാൽ തേജസ് ഉള്ള ശരീരം നമ്മളിൽ സ്വന്തം വരികയാണ്. അപ്പോൾ ഇവിടെ വയ്ക്കുന്ന ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അടുത്തത് മനസ്സിലാക്കണം, നമുക്ക് മാനം ലഭിക്കുന്ന എവിടാന്ന് നമ്മളിപ്പോ വായിച്ചു അല്ലേ? അപ്പോൾ നമ്മൾക്ക് ഈ ശരീരത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അപമാനവും നിന്നയാണ്. അപമാനം, നിന്ന, പരിഹാസം, കണ്ണുനീരെല്ലാം ഈ ശരീരത്തിലുള്ളതാണ്. എന്നാൽ കർത്താവ് നൽകുവാനിരിക്കുന്ന മാനവും തേജസ്സും അക്ഷയതയും വരുന്നത് ഉയർക്കുന്ന ശരീരത്തിലാണ്. ആമേൻ. വായിച്ചേ. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു. കണ്ടോ, ബലഹീന. അപ്പൊ മനസ്സിലായി, ഇത് ശരീരം ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയ ഒരു സൈഡ് ജഡം, ശരീരത്തിന്റെ കാര്യം, മറുവശം എന്ന് പറയുന്നത് ആത്മശരീരത്തിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. വായിച്ചേ. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു. മനസ്സിലാക്കണം, ആത്മീക ശരീരം ഉയർക്കപ്പെടുന്നു. കണ്ടോ, ആത്മശരീരമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കണം, ആദാമിൽ നമ്മളെല്ലാം സ്വതം ജനിച്ചു, ജഡത്തിൽ ജനിച്ചു, ജഡത്തിൽ ജീവിച്ചു. ജഡത്തിൽ മരിച്ചെങ്കിൽ നിത്യമരണമായി പോവായിരുന്നു. മനസ്സിലാകുന്ന, ആദാം നിമിത്തം ആദാം ജീവിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവിടെ വായിക്കുന്ന ആത്മാവ് സ്വതം ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു അല്ലേ? അവിടെ വായിക്കുന്ന 45 വായിക്കുന്ന so also it is written, the first man Adam become a living soul. ജീവിക്കുന്ന സ്തോത്രം ദേഹിയായി തീർന്നു. അടുത്തത് എന്നെഴുതിയിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ആരാ? ഒടുക്കത്തെ ആദാം ആരാ? കർത്താവായ യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തപ്പോൾ അവനോട് ആത്മാക്കളെ ജീവിപ്പിക്കേണ്ടതിന് ആത്മാവിൽ ഉയർത്തവനാണ് ക്രിസ്തു. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശുശ്രൂഷ കൊണ്ട് നമുക്കെന്നാ ഗുണമെന്ന് ചോദിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കണം, അവനിൽ വിശ്വസിക്കുന്നവൻ, വീണ്ടും ജനിച്ചവൻ, അവൻ ഇരിക്കുന്നത് പോലെ സ്തോത്രം ആത്മാവിൽ വീണ്ടും ജനനം പ്രാപിച്ച് ദൈവസന്നിധിയിൽ എടുക്കപ്പെടും, ഇടയായിത്തീരും. നമ്മുടെ ആത്മാവിനെ ജീവിപ്പിക്കുവാൻ അധികാരവും ശക്തിയുള്ള വേറൊരു നാമവുമില്ല. യേശു ക്രിസ്തുവിന്റെ നാമത്തിന് മാത്രമേ സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം ജഡമായി തീർന്നത്, ആത്മാവ് ജഡമായി തീർന്നത്. മനസ്സിലാക്കണം. വായിച്ചേ. ആത്മീകമല്ല. കണ്ടോ, ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തത്. കുറവുള്ളത് ആദ്യമാ വരുന്നത്, പൂർണ്ണതയുള്ളത് രണ്ടാമതാ വരുന്നത്. നാം ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ അറിയാവുന്ന കാര്യം എന്താ? ഇപ്പോൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അറിയാവുന്നു, ഈ ശരീരവും ഈ ജീവിതവും കഷ്ടം നിറഞ്ഞതാണ്, ഇത് കുറവുള്ളതാണ്. ആർക്കെങ്കിലും നല്ലതാന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? എനിക്ക് ആ വ്യക്തിയൊന്നും നല്ലതല്ലെന്ന് കാണണം. ഈ ശരീരവും ഈ ലോകവും സുഖമാണെന്ന് പറയാൻ ആർക്ക് പറ്റും? വെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. അടുത്ത് പണമാകട്ടെ, പദവികളാകട്ടെ, അധികാരങ്ങളാകട്ടെ, മോഹങ്ങളാകട്ടെ, സമ്പത്താകട്ടെ, വെട്ടിപ്പിടിക്കുന്ന ഈ ലോകത്തിൽ ഈ താഴ്ചയുള്ള ശരീരം നല്ലതാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പറയാൻ പറ്റത്തില്ല. കാര്യം ഇത് ക്ഷയമുള്ളതാണ്, വാട്ടമുള്ളതാണ്, മാലിന്യമുള്ളതാണ്. മനസ്സിലാകുന്നുണ്ട്? അക്ഷയമായത്, മലിനതയില്ലാത്തത്, വാടാത്തത്, നമ്മൾ അതിനായിട്ടാണ് കാത്തിരിക്കുന്നത്. അതിനായിട്ടാണ് ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ തകർക്കപ്പെട്ടത്. മനസ്സിലാവുന്നുണ്ടോ? യേശു ക്രിസ്തു എന്തിനാണ് കാൽവറിയിൽ തകർക്കപ്പെട്ടത്? ഞാൻ ആത്മശരീരം പ്രാപിക്കുവാൻ, അവനെ പോലെ തേജസ്സുള്ളവരായി തീരേണ്ടതിന്, എന്നെ വീണ്ടെടുക്കേണ്ടതിന്. ആദ്യത്തെ രൂപമാകുന്ന ആദാമ്യത്തിന്റെ സദൃശ്യത്തിൽ അവൻ ക്രൂശിൽ തകർക്കപ്പെട്ടു. വായിച്ചേ. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. കണ്ടോ, മണ്ണുകൊണ്ടുള്ളവൻ.
നിന്നുള്ളവൻ സ്വർഗത്തിൽ നിന്നുള്ള കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് സ്വന്തം ഭൂമിയിൽ വന്നു, വചനം ജഡമായി തീർന്നു, ആത്മശരീരമുള്ള പുത്രനാകുന്ന യേശു ക്രിസ്തു സ്തോത്രം തേജസ്സുള്ള ശരീരം നമ്മൾ പ്രാപിക്കേണ്ടതിന് കഷ്ടം സഹിച്ചു. ആമേൻ. അങ്ങനെ അവൻ ഉയർക്കുക നിമിത്തം അവനിൽ വിശ്വസിക്കുകയും അവൻ ദൈവപുത്രനാണ്, എന്നെ വീണ്ടെടുക്കേണ്ടത് ലോകത്തിൽ വന്ന് എന്റെ അകൃത്യം വഹിച്ചുകൊണ്ട് അവൻ മരിച്ചോന്ന് വിശ്വസിക്കുന്ന ഏത് വ്യക്തിയെ ഉയർപ്പിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമം പ്രാപ്തിയുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്തോത്രം അതാണ് ഈ താഴ്ചയുള്ള മനുഷ്യനും ഉയരത്തിൽ നിന്നുള്ള ആത്മ മനുഷ്യൻ സ്വർഗത്തിൽ നിന്നും വന്നു. വായിച്ചേ. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും ആ സ്വർഗീയനെ പോലെ സ്വർഗീയനും ആകുന്നു. നാം ആ. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ. കണ്ടോ, ധരിച്ചിരിക്കുന്നല്ല, ധരിച്ചതുപോലെ. കാര്യം നാം ഇപ്പൊ ആത്മാവിൽ വീണ്ടും ജനിച്ചു. അവർക്കാണ് ഈ കത്ത് എഴുതുന്നത്. നമ്മൾ ആരാ? ആത്മാവിൽ വീണ്ടും ജനിച്ചു. ജഡികളോടല്ല പറയുന്നത്, ഇന്നും മണ്ണിന്റെ സ്വഭാവം കാണിക്കുന്നവരോടല്ല പറയുന്നത്, ആത്മാവിന്റെ സ്വഭാവം കാണിക്കുന്നവരോടായി പറയുന്നത്. ഇപ്പോഴും മണ്ണിന്റെ സ്വഭാവമായിട്ടിരുന്നിട്ട് പുസ്തകം വായിച്ചാൽ മണ്ണിന്റെ അകത്തുള്ളത് വല്ലതും കിട്ടുമെന്ന് ചോദിച്ചാൽ ചെകഞ്ഞോണ്ടിരിക്കുള്ളൂ, ഒന്നും അതിൻ്റെ അതില്ല. ഹല്ലേലൂയ. ആത്മാവിൽ വീണ്ടും ജനിച്ചപ്പോൾ മനസ്സിലായി ഈ മൺശരീരത്തിലുള്ള കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നതല്ല. ആത്മാവ് നമ്മളിൽ വന്നപ്പോഴാണ് ആത്മ ശരീരം നിലനിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായത്. കരങ്ങൾ തീർത്തുന്ന മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. ആത്മ ശരീരം നിലനിൽക്കുന്നതാണ് നാം വീണ്ടും ജനിച്ചപ്പോൾ മാത്രമാണ് നമുക്ക് മനസ്സിലായത്. വായിച്ചാട്ടെ. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കുക. കേട്ടോ സ്തോത്രം. അവിടെ വായിക്കുന്നത് മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും അത് അടച്ചിട്ട് മറിച്ച് വെള്ളം വീഴും. വായിച്ചേ. സഹോദരന്മാരെ, വായിച്ച വാക്യം ഒന്നും കൂടെ വായിച്ചേ. നാം മണ്ണുകൊണ്ടുള്ളതിന്റെ പ്രതിമ കണ്ടു. ഇത് വളരെ ശ്രദ്ധിക്കണം. നാം ജഡത്തിൽ ജനിച്ചു, ആ ജഡത്തിൽ ജനിച്ച് നമ്മൾ ജഡത്തിൽ ജീവിച്ചപ്പോൾ നാം ജനനം വന്നു. അപ്പോൾ ഇതിന്റെ ഇടയിലാണ് നമ്മൾ ക്രിസ്തുയേശുവിനെ രക്ഷകനും കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു. ആത്മാവിൽ വീണ്ടും ജനനം നമ്മളിൽ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നമുക്കൊരു ശരീരം ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പോൾ ആ ശരീരം നമുക്ക് സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് കർത്താവ്. ആമേൻ. നാം അവന്റെ സന്നിധിയിൽ പ്രത്യക്ഷമാകുമ്പോൾ ആ തേജസ്സുള്ള ശരീരം നമുക്ക് സ്തോത്രം ഹല്ലേലൂയ കാണുവാൻ ഇടയായി തീരും. ആമേൻ. അപ്പൊ അദ്രവത്വമുള്ള ശരീരം പ്രാപിക്കുന്നതിന് രൂപാന്തരം എന്നാ പറയുന്നത്. ആ രൂപാന്തര ശരീരം ആദ്യം പ്രാപിച്ചിട്ട് ആ രൂപാന്തര ശരീരത്തിൽ തേജസ് വരണം. തേജസ് നമുക്ക് സ്വന്തം വരുത്താൻ കഴിയത്തില്ല, അത് ദൈവത്തിന്റെ തേജസ്സാണ് നമ്മൾ പ്രതിബിംബിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഏറ്റവും പ്രൈം സ്റ്റേജ് നമ്മൾ ജഡത്തിൽ ജനിച്ചു. 2 നമ്മൾ ആത്മാവിൽ ജനിച്ചു. ആത്മാവിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് സ്തോത്രം വീണ്ടും ജനനം, നമ്മൾക്ക് ജഡം ജനിച്ചതുപോലെ തന്നെ നമ്മുടെ ആത്മശരീരവും ജനിച്ച് മതിയാകത്തുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഗ്രഹിച്ചു. അങ്ങനെ ആത്മശരീരം നമ്മൾ പ്രാപിക്കുവാൻ, ആത്മശരീരം നമ്മൾ സ്വന്തം പ്രാപിച്ചെടുക്കുവാൻ വേണ്ടി കർത്താവ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ സ്വർഗത്തിൽ ചെല്ലണം. സ്വർഗത്തിൽ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ മർത്യ ശരീരത്തിന് രൂപാന്തരം വരണം. മനസ്സിലാകുന്നുണ്ടോ? ഈ മർത്യ ശരീരത്തിൽ രൂപാന്തരം വരണം. അടുത്തത് രൂപാന്തരം വന്ന മർത്യ ശരീരം മാറി അത് രൂപാന്തരം വെച്ച സ്വന്തം രൂപാന്തരപ്പെട്ട ശരീരം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ അടുത്തത് ഈ രൂപാന്തര ശരീരവും ഉയർത്ത ശരീരവും ഒന്നു തന്നെയാണ്. മരിച്ചവരുണ്ടല്ലോ, അവർ ഉയർക്കുന്നത് രൂപാന്തര ശരീരത്തിലേക്ക്, ജീവിച്ചിരിക്കുന്ന നാമം പ്രാപിക്കുന്നത് രൂപാന്തര ശരീരത്തിലേക്ക്. അങ്ങനെ നമ്മൾ രണ്ടു കൂട്ടരും ഒരുമിച്ച് ദൈവത്തിന്റെ തേജസ് പ്രാപിക്കുവാൻ ക്രിസ്തുവിന്റെ സന്നിധിയിൽ നമ്മൾ പ്രത്യക്ഷമാകണം. വായിച്ചേ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇത് ശ്രദ്ധിക്കണം. യേശു ക്രിസ്തു നമ്മുടെ ആയുസ്സിൽ വരുമെന്നും കർത്താവിന്റെ രഹസ്യവരവ് ഉണ്ടെന്നും ദൈവസഭയെ ചേർക്കുമെന്നുള്ളതിനൊക്കെയുള്ള തെളിവ് ഏതെന്ന് വെച്ചാൽ ഇതാണ് അതിന്റെ ഒരു തെളിവ്. അനേക തെളിവുകൾ ഉണ്ടായിട്ട് ഒരു തെളിവ് ഇതാണ്. അവിടെ പറയും നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ജഡപ്രകാരം മരിക്കത്തില്ലെന്ന്.
ആമേൻ. ഹല്ലേലൂയ. ഈ വചനം കഴിഞ്ഞ 2000 വർഷമായിട്ട് ദൈവസഭയിലുള്ള വിശുദ്ധന്മാർ വിശ്വസിച്ച് അവരുടെ തലമുറയിൽ വരുന്നു എന്ന് വിശ്വസിച്ചു. ഇന്ന് പുസ്തകം വായിക്കാത്ത, പള്ളിയിൽ പോകാത്ത, പ്രാർത്ഥിക്കാത്തവൻ ഈ വാക്യം എടുത്തിട്ട് 2000 വർഷമായിട്ട് ഈ വാക്യം വായിച്ചിട്ട് യേശു വന്നോടാ എന്ന് ചോദിച്ചിട്ട് നിരീശ്വരവാദിയുടെ വാക്യം കേട്ടിട്ട് പോകുന്നവനുണ്ട്. അവനൊക്കെ നിത്യ നരകത്തിനുള്ളവനാ. വിട്ടുകളഞ്ഞേക്ക. ആരെങ്കിലും ദൈവരാജ്യത്തിൽ പോകാൻ മനസ്സുണ്ടെങ്കിൽ അവൻ ഗ്രഹിക്കണം എന്ന് പറയുന്ന നേരം ഈ വചനം എന്താ പറയുന്നത്? ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് എന്താണ്? നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. നാം എല്ലാവരും നിദ്ര എന്നാൽ അന്ത്യകാലത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. ഇവിടെ ശ്രദ്ധിക്കണം. നാം എല്ലാവരും രൂപാന്തരപ്പെടുന്ന എവിടെ വെച്ചാ? എവിടെ വെച്ചാ? എവിടെ വെച്ചാ? എവിടെ വെച്ചാ രൂപാന്തരപ്പെടുന്ന? എവിടെ വെച്ചാ? ഭൂമിയിൽ വെച്ചല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. രൂപാന്തരപ്പെടുന്ന എവിടെ വെച്ചാ? ഭൂമി വെച്ച് തന്നെയല്ലേ? സ്തോത്രം. തെസ്സലോനിക്ക ലേഖനം, തെസ്സലോനിക്ക 1-ാം ലേഖനം അതിന്റെ 4-ാം അധ്യായം ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. സ്തോത്രം. കരങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധി നമുക്ക് സ്തോത്രം ആയിരിക്കാം. സ്തോത്രം. വായിച്ചേ, ആ ഭാഗം വായിച്ചേ. 1 തെസ്സലോനിക്കർ 4:13 മുതൽ വായിച്ചാട്ടെ. 13. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ആമേൻ. വായിച്ചേ. യേശു. ഇത് ശ്രദ്ധിക്കണം. നമ്മൾ ഈ രൂപാന്തരവും പുനരുത്ഥാനവും പ്രാപിക്കുന്നത് എന്ന കാര്യം നമ്മൾ പഠിക്കുകയും അറിയുകയും ചെയ്യുന്നത് ആരെ നോക്കിയാന്നറിയാവോ? ആരെ നോക്കിയാ? ക്രിസ്തുവിനെ നോക്കിയായിരിക്കണം. ആമേൻ. ക്രിസ്തുവിനെ നോക്കിയാണ്. അവിടെ വായിക്കുന്ന വാക്കൊന്ന് വായിച്ചേ. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതെ, ഈ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. ഇവിടെ ഞാൻ കൊലോസി ലേഖനത്തിലും ലൂക്കോസിന്റെ സുവിശേഷത്തിലും നമ്മൾ കാണുന്ന സംഭവം എന്നാണ്? അവിടെ കാണുന്ന സംഭവം എന്നാണ്? അവിടെ കാണുന്നത് സ്തോത്രം ഈ പ്രകാരം തന്നെ, അതായത് ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു അല്ലെ? അവിടെ പേടി എങ്ങോട്ട് വല്ലതും വന്നിരിക്കുക. സ്തോത്രം. ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ മറഞ്ഞിരിക്കുന്ന അവരെ മറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷമാകുന്നപ്പോഴാണ് നമ്മൾ കണ്ടത്. യേശു ക്രിസ്തു മറുരൂപമലയിൽ ഇരുന്നപ്പോൾ എന്ത് സംഭവിച്ചു? ക്രിസ്തുവിന്റെ രൂപാന്തരം, അതായത് ക്രിസ്തു തേജസ് വെളിപ്പെടുത്തിയപ്പോൾ ആ തേജസ്സിലേക്ക് മോശെ ഏലിയാവും വന്നു. അതാണ് ആ അവസ്ഥ എന്ന് പറയുന്നത്. രൂപാന്തരപ്പെട്ടത് ആ അവസ്ഥയിലാണ്. അപ്പോൾ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുക. ഇതിനെക്കുറിച്ച് പൗലോസ് ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? അവിടെ വായിക്കുന്ന സ്തോത്രം, യേശു സ്തോത്രം പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടെന്ന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത്. എന്താണ് അവിടെ വായിക്കുന്നത്? യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അപ്പോൾ അവിടെ നിദ്ര കൊണ്ടുവരെ യേശു മുഖാന്തരം അതെങ്ങനെയാ വന്നത്? നമ്മൾ മറുരൂപമലയെ കണ്ടു. അതുപോലെ തന്നെ കർത്താവിന്റെ വരവിങ്കൽ അവന്റെ സന്നിധിയിൽ മോശെ ഏലിയാവും മറുരൂപെ വെളിപ്പെട്ടതുപോലെ നാം അവിടെ വെളിപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ക്രിസ്തുവിൽ മരിച്ചവരെല്ലാം ഉയർക്കും. നമ്മൾ ഇനി അവരെ കാണും. ക്രിസ്തുവിൽ മരിച്ചവർ, നമ്മൾ അവരെ വീണ്ടും കാണും. ഹല്ലേലൂയ. ആ വലിയ പ്രത്യാശ നമ്മുടെ ഉള്ളത്തിലുണ്ടാകണം. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ? എന്താ അവിടെ വായിക്കുന്നത്? നാം വിശ്വസിക്കുന്ന കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരാ. അടുത്ത വാക്യം. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്ന
ശേഷിക്കുന്നവരായ നാം കണ്ടോ, ജീവനോടെ ശേഷിക്കുക, ഇതിനെ കുറിച്ചാ പറയുന്നത്. നമ്മൾ എല്ലാവരും നിദ്ര കൊള്ളുകയില്ലെന്ന് പറയുന്നത് ഇതും കൂടെ ഉദ്ദേശിച്ചാണ്. ഇതാണ് അതിന്റെ കാര്യം. ഇവിടെ വീണ്ടും പൗലോസ് രണ്ടിടത്തും, കൊരിന്ത്യ ലേഖനത്തിലും പറയുന്നു, തെസ്സലോനിക്ക ലേഖനത്തിലും പറയുന്നു, നമ്മൾ എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. ഇവിടെ വീണ്ടും പറയുന്നു. സ്തോത്രം. ഇവിടെ വായിക്കുന്ന കാര്യം എന്താണ്? കർത്താവിന്റെ പ്രത്യക്ഷത വരെ ആ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. കണ്ടോ, നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം, ഇതൊരു പ്രോസസ് ഉണ്ട്. ആദ്യം ക്രിസ്തുവിൽ മരിച്ചവർ ആദ്യം ഉയർക്കണം. ഉയർക്കുക എന്ന് പറഞ്ഞാൽ അവര് പ്രാപിക്കുന്ന ശരീരവും നമ്മൾ പ്രാപിക്കുന്ന ശരീരവും ഒന്നാ. അല്ലാതെ ജീവിച്ചിരിക്കുന്ന ഈ 80-120 കിലോ ഉള്ള ഞാൻ രൂപാന്തരപ്പെടുമ്പോൾ വേറൊരു രൂപവും, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച ഒരു ഭക്തനുണ്ടെങ്കിൽ ആ വ്യക്തി ഉയർക്കുമ്പോൾ വേറൊരു രൂപവും അല്ല പറയുന്നത്. മരിച്ച ഇന്നയോളം നിദ്രയിലായിരിക്കുന്നവർ ഉയർക്കുന്ന അവരേത് ശരീരത്തിൽ വരുന്നോ അതേ ശരീരത്തിലേക്കാണ് നമ്മൾ രൂപാന്തരപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വായിച്ചേ. നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല. ഇത് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. അടുത്തത് ഇവിടെ ശ്രദ്ധിക്കണം. കർത്താവ് താൻ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും മരിച്ചവർ ഇവിടെ അപാരാ മരണപ്പെട്ട ജീവിച്ചിരിക്കുന്നവർ ഭൂമിയിലുണ്ട്. അപ്പോൾ ആദ്യം കാഹളനാദത്തിങ്കൽ ഉയർക്കുന്നവരാരാണ്? മരിച്ചവരാണ് ആദ്യം ഉയർക്കുന്നത്. ആമേൻ. മരിച്ചവർ ആദ്യം ഉയർക്കും. പിന്നീട് ജീവനോടെ ശേഷം നാം രൂപാന്തരം പ്രാപിച്ച കർത്താവിനെതിരെ നാം മേഘങ്ങളില്. ഇതാണല്ലോ വാക്യം. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടെ പാരലായിട്ട് നമ്മളൊന്ന് വായിച്ചേ. നമ്മൾ വായിച്ച കൊരിന്ത്യ ലേഖനത്തിൽ നമ്മൾ 15-ാം അധ്യായം വായിച്ചേ. അതിന്റെ 15-ന്റെ 51 വായിക്കുന്നത്, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. വായിച്ചേ. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമിക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. സ്തോത്രം. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ. ഈ അന്ത്യകാഹളനാദത്തിങ്കലാണ് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ഇറങ്ങി വരികയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ രൂപാന്തരപ്പെടും എന്ന് തന്നെ പൗലോസ് പറയുന്നേ. ശ്രദ്ധിക്കണം. അവിടെ നടക്കുന്ന 3 കാര്യങ്ങളാണ്. ഒന്ന്, കർത്താവായ യേശു ക്രിസ്തു പറയും, ഇവിടെ കയറി വരുമെന്ന് പറയും. പിതാവായ ദൈവം പുത്രനെ അയക്കുകയാണ്. സ്തോത്രം. അടുത്തത് ദൂതൻ. സ്തോത്രം. പ്രധാന ദൂതന്റെ ശബ്ദം എന്താണ്? അവിടെ വെച്ച് മീഖായേലും അതുപോലെ സ്തോത്രം അവിടെ സ്വർഗത്തിൽ വെച്ച് യുദ്ധം ഉണ്ടാകുകയാണ്. ആര്? മഹാസർപ്പത്തോട് പടവെട്ടു. മഹാസർപ്പം തിരിച്ചും യുദ്ധം പടവെട്ടു. അങ്ങനെ മഹാസർപ്പം അവരുടെ സൈന്യം അവരെ ജയിക്കത്തില്ല. യുദ്ധമുണ്ടാവും. ഈ യുദ്ധം ഉണ്ടായി രൂപാന്തരപ്പെട്ട് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റും ജീവന്റെ ശേഷം നമ്മൾ രൂപാന്തരപ്പെട്ട് സ്വർഗത്തിലേക്ക് കയറുന്നത് എങ്ങനെയാണ്? മേഘത്തിലെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത് ദൈവസന്നിധിയിലേക്ക്. അങ്ങനെ എടുത്തു വരുമ്പോൾ നമുക്ക് ഒരുക്കാനുള്ള വഴി ഒരുക്കേണ്ട ഡ്യൂട്ടിയാണ് ദൂതൻ ആ നേരത്തെ ഒരുക്കി തരുന്നത്. അപ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും, നമ്മൾ അവിടെ വായിക്കുന്ന എന്താണ്? സ്തോത്രം. സ്തോത്രം. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നീട് ജീവനോടെ ശേഷിച്ചവർ നാം ഒരുമിച്ച് അവരോട്. ഇവിടെ ശ്രദ്ധിക്കണം. അവരോട്. ആര്? നമുക്ക് മുമ്പേ ഓടി പൂർത്തീകരിച്ചവരോട് നമ്മൾ ഒരുമിച്ച് കേട്ടോ മേഘങ്ങളില്. നമ്മൾ ഇതുവരെ ചിന്തിച്ചിരുന്ന ഒരു കാര്യം ശ്രദ്ധിക്കണേ. എങ്ങനെയാ? ഒന്ന് ഒരുമിച്ച് നിന്നേ. സഹോദരം, നമ്മൾ എങ്ങനെയാ എടുക്കപ്പെടുന്നേ? ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഞൊടിയുടെ നേരം കൊണ്ട് സംഭവിക്കും എന്നല്ല പറഞ്ഞേ? അല്ലേ പറയുന്നത്? ഇനി അവിടെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ പറയണം. അത് പറയാനാണ് ഞാൻ വായിക്കാൻ പറഞ്ഞത്. ഒന്ന് വായിച്ചേ ആ ഭാഗം. ആമേൻ. അവിടെ വായിക്കുന്നത് സ്തോത്രം സ്തോത്രം സ്തോത്രം.
അതിൻ്റെ 51. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും ഈ രൂപാന്തരപ്പെടും. എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ രൂപാന്തരപ്പെടുന്നത് എവിടെ വെച്ചാ? എവിടെ വെച്ചാ? അല്ല, ഭൂമിയിൽ വെച്ച്. ഞാൻ അവിടെ ട്രോഫി കൊടുക്കുക. ഭൂമി വെച്ച് രൂപാന്തരപ്പെട്ടു. കണ്ണിമയ്ക്കുന്നതിനിടയിൽ നമ്മൾ സ്വർഗത്തിൽ ചെല്ലും എന്നല്ല പറഞ്ഞത്, കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്തത് വായിച്ചേ. അത് വായിക്കാൻ പറ്റുമോ? അവിടെ വായിക്കാം. പെടും. ഇവിടെ കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുകയും ചെയ്യും, അല്ലേ? അപ്പോൾ കണ്ണമയ്ക്കുന്നതിനിടയിൽ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് നമ്മുടെ ശരീരം തേജസ്സുള്ളതായി തീരും. ഇനി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് എങ്ങനെയാ? അത് കണ്ണിമയ്ക്കുന്നതിനിടയിലാണോ? ആണോ? അതാ എന്റെ ചോദ്യം. ആണോ? അതാണോ എന്ന് ചോദിച്ചാ നമുക്കിതിനെല്ലാം മാതൃക ആരെ നോക്കാനാ? ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് എങ്ങനെയാ? വായിച്ചേ, അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം എടുത്ത് വായിച്ചേ. അതിന് രണ്ടും കൂടെ വായിക്കണം, അപ്പോഴത് മനസ്സിലാകുന്നത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം അതിന്റെ സ്തോത്രം 8-ാം വാക്യം മുതൽ വെച്ച്. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, പാണപ്പാടമല്ല, പുസ്തകത്തിൽ വായിക്കുക. എന്ന് പറഞ്ഞു. അടുത്തത് ഇത് ശ്രദ്ധിക്കണം. ഇത് പറഞ്ഞ ശേഷം ആര് കാണുകേ? ശിഷ്യന്മാര്. അവിടെ ശിഷ്യന്മാരായി നിൽക്കുന്നത്. ശിഷ്യന്മാര് കാണുകേ. കാരണം ഇത് പറയാൻ കാരണം യേശുക്രിസ്തു ഓൾറെഡി രൂപാന്തരപ്പെട്ടു. 40 നാള് രൂപാന്തര ശരീരവുമായിട്ടാണ് എവിടെ ജീവിക്കുന്നത്? ഭൂമിയിൽ ജീവിക്കുന്നത്. ഇത് തുറന്നു കൊടുക്കാൻ പറ്റുമെങ്കിൽ തുറന്നു കൊടുക്കുക. സ്തോത്രം. രൂപാന്തരം, അതായത് കർത്താവ് ഭൂമിയിൽ ആ സമയത്ത് രൂപാന്തരപ്പെട്ടു, അല്ലേ? എന്നാൽ മനസ്സിലാക്കണം, സ്തോത്രം, എന്നാൽ ഈ രൂപാന്തരപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു 40 നാള് ആ രൂപാന്തര ശരീരത്തിന്റെ പ്രത്യേകതകള് ശിഷ്യന്മാർക്ക് മനസ്സിലാകാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ ഭൂമിയില്, സ്തോത്രം, ജീവിക്കുകയാണ്. അതിനുശേഷം ഇവിടെ 40 നാളത്തെ ശുശ്രൂഷ, ഇവിടത്തെ ജീവിതം കഴിഞ്ഞിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോവുകയാണ്. ആമേൻ. അതാണ് അവിടെ വായിക്കുന്നത്. വായിച്ചാട്ടെ. അടുത്ത വാക്യം. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കണം, ഒരു മേഘം അവനെ മൂടിയിട്ട്. അങ്ങനെയാണെങ്കിൽ ആ മേഘം എവിടെ നിന്നേ? ഉയർന്നു പൊങ്ങി മേഘം അവന്റെ കീഴിലായപ്പോഴല്ലേ കാഴ്ച മറഞ്ഞത്? നമ്മളൊരു വ്യക്തിയെ നോക്കുമ്പോൾ ആ കാഴ്ച മറയ്ക്കുന്ന ഒരു മേഘം വരുന്നത് കൊണ്ടല്ലേ. ഇനി ഒരു കാര്യം, നമ്മൾ ആ മേഘത്തിൽ എടുക്കപ്പെടുമെന്നുള്ള ഭാഗം നമ്മൾ ഇച്ചിരി കൂടെ ക്ലാരിറ്റിയോടെ മനസ്സിലാക്കണം. മറ്റൊരു ഭാഗം കൊണ്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ നോക്കുമ്പോൾ അവിടെ 2 സാക്ഷികളെ കാണുന്നുണ്ട്, അല്ലേ? ആ 2 സാക്ഷികളെ 11-ാം അധ്യായം നമ്മൾ ഇവിടെ വായിക്കുമ്പോൾ എതിർ ക്രിസ്തു, അതായത് ഈ 11-ാം അധ്യായമൊക്കെ വരുന്നത് എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനം 13 കഴിഞ്ഞ 11-ലെ സംഭവങ്ങൾ വരുന്നത്. നമ്മൾ അത് ഒരു പ്രത്യേക ഒരു എന്താ പറയുന്ന ഒരു ഓർഡർ അതിൻ്റെ തൊണ്ട് ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുന്നതിന്. ഓക്കെ, നമ്മളത് പലപ്പോഴും എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ എൻ്റെ വിഷയത്തിലേക്ക്, സബ്ജക്റ്റിലേക്ക് വരാം. എതിർ ക്രിസ്തു രംഗപ്രവേശനം ചെയ്യുന്നു. സകല രാജ്യങ്ങൾക്കും ഉപദ്രവം വരുത്തുന്ന പ്രവചനം നടത്തിയ 2 സാക്ഷികളോട് എതിർ ക്രിസ്തു അവന്റെ സൈന്യം യുദ്ധം ചെയ്യുക, അല്ലേ? യുദ്ധം ചെയ്തു, അവരെ എല്ലാം നിർമൂലമാക്കി. പക്ഷേ എതിർ ക്രിസ്തു ഇവരെ ജയിച്ചു കൊന്നു. ഇവരെ എവിടെ ഇട്ടു? യെരുശലേമിന്റെ തെരുവിലിട്ടേക്കുവാണ് ഈ 2 പേരെ, 2 സാക്ഷികളെ. അവിടെ വെച്ച് നടക്കുന്ന ഒരു കാര്യം നമുക്ക് വായിക്കാം. അതിന്റെ സ്തോത്രം 8-ാം വാക്യം മുതൽ വായിച്ചേ, അല്ലെങ്കിൽ 7 മുതൽ വായിച്ചേ. 11-ന്റെ 7 മുതൽ. പടവെട്ടി കൊന്നുകളയും.
എന്നും ആ മിസ്രയീം എന്നും പേരുള്ളതുമായ ആ മഹാനഗരത്തിന്റെ വീതിയിൽ ആ അവരുടെ ശവം കിടക്കും. അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും ആ ഗോത്രക്കാരും ആ ഭാഷക്കാരും ആ ജാതിക്കാരും ആ അവരുടെ ശവം ആ 3.5 ദിവസം കാണും. അവരുടെ ശവം 3.5 ദിവസം കാണും. അവരുടെ ശവം കല്ലറയിൽ വയ്ക്കുവാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല. അടുത്തത് ഈ പ്രവാചകന്മാർ ഇരുവരും ആ ഭൂമിയിൽ വസിക്കുന്നവരെ ആ ദണ്ഡിപ്പിച്ചത് കൊണ്ട് ഭൂവാസികൾ അവർ നിമിത്തം ആ സന്തോഷിച്ച് ആനന്ദിക്കുകയും ആ അന്യോന്യം സമ്മാനം കൊടുത്തയക്കുകയും ചെയ്യും. ആ അടുത്തത് 3 ദിവസം കഴിഞ്ഞ 3.5 ദിവസം കഴിഞ്ഞ ശേഷം ശേഷം ദൈവത്തിൽ നിന്ന് ജീവവിശ്വാസം ആ അവരിൽ വന്ന് അവർ കാലൂന്നി നിന്ന് ആ അവരെ കണ്ടവർ ആ ഭയപരവശരായി തീർന്നു. ഇവിടെ ശ്രദ്ധിക്കണം. ഇവിടെ എക്സാക്ട് സ്വർഗാരോഹണത്തെ കുറിച്ച് വ്യക്തമായിട്ട് ഇവിടെ ഒരു രംഗം കാണിക്കുകയാണ്. അടുത്ത എന്താണ്? അടുത്ത വാക്യം എന്താണ്? ഇവിടെ കയറി വരുവീൻ, ശ്രദ്ധിച്ചേ, ഇവിടെ കയറി. വരുവീൻ. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മൾ കേൾക്കും ഇവിടെ കയറി വരുവാൻ. നമ്മൾ കേൾക്കും ഇവിടെ കയറി വരിക എന്ന് പറയും. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും. അപ്പോൾ മനസ്സിലാക്കണം, ക്രിസ്തു ഇവിടെ നമ്മൾ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നവരോട് ഇവിടെ ആത്മാവിൽ നമ്മൾ അറിയും ഇവിടെ കയറി വരുവാൻ പറയുമ്പോൾ നമ്മുടെ ശരീരം രൂപാന്തരപ്പെടും. അങ്ങനെ മരിച്ചവർ മുമ്പേ ഉയർക്കും, ജീവനോടെ ശേഷിച്ചവര് രൂപാന്തരപ്പെടും. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ ഈ കാര്യം നടക്കുമ്പോൾ ഈ പറഞ്ഞു വരുന്നതിന്റെ കാരണം എന്താണെന്നറിയാവോ? ഈ 2 സാക്ഷികൾ, ആമേൻ, ആ 2 സാക്ഷികൾ അവിടെ എന്താ ചെയ്യുന്നേ? അവര് ഇവിടെ കയറി വരുമെന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നത് കേട്ടു. അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. എങ്ങനെയാ വായിച്ചേ? മേഘത്തിൽ. സ്വർഗ്ഗത്തിലേക്ക് കയറി. എന്റെ ചോദ്യം, അതെല്ലാരും കാണുകയായിരുന്നോ? എല്ലാരും കാണുകയായിരുന്നോ? അതെ. കർത്താവ് പോയത് എല്ലാരും കാണുകയായിരുന്നോ? ഏലിയാവ് പോയത് എല്ലാരും കാണുകയായിരുന്നോ? അങ്ങനെയാണ് എടുക്കപ്പെടുന്നതും. ആ മഹത്വം വെളിപ്പെടുത്തുന്ന പദ്ധതിയാണിത്. മനസ്സിലാവുന്നുണ്ടോ? കണ്ണിമയ്ക്കുന്നതിനിടയിൽ ശരീര രൂപാന്തരം പ്രാപിക്കുകയും നമ്മെ കൊണ്ടുപോകാൻ മേഘമെന്ന വാഹനം നമ്മളെ എടുത്തുയർത്തി കൊണ്ടുപോവാണ് സ്വർഗത്തിലേക്ക്. മനസ്സിലാവുന്നുണ്ടോ? ഈ ഗ്രാഹ്യം നമ്മുടെ ഉള്ളിലുണ്ടാകണം, ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലുണ്ടാകണം. അപ്പോൾ ഇവിടെ 2 ഇടത്ത് അതായത് സ്വർഗാരോഹണത്തിന്റെ രംഗം അവിടെ കാണിക്കുക. യേശുക്രിസ്തു തന്നെ സ്വർഗാരോഹണം ചെയ്ത സമയത്ത് എന്താ സംഭവിച്ചത്? ഉയർന്നു പൊങ്ങി 40 നാള് രൂപാന്തര ശരീരത്തോടു കൂടെയാണ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നത്. എന്നാൽ തേജസ് വെളിപ്പെടുത്തിയിരുന്നില്ല. ശ്രദ്ധിക്കണം. എന്നാൽ തേജസ് വെളിപ്പെടുത്തി കാണിച്ചു കൊടുത്ത രംഗം എവിടെയായിരുന്നു? അത് മറുവാലയിലായിരുന്നു. അപ്പൊ മനസ്സിലാക്കണം, ആ ഉയർന്നു പോയ കർത്താവിനെ ഹല്ലേലൂയ നല്ല കൊച്ചു പ്രായത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കണ്ടെങ്കിൽ ഏതാണ്ട് AD 90 അടുത്ത് വന്ന വയോവൃദ്ധനായിരിക്കുന്ന യോഹന്നാൻ നേരിട്ട് കർത്താവിനെ കണ്ടപ്പോ മരിച്ചവനെ പോലെയായി തീർന്നു. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യേശു ക്രിസ്തു അവരോടുകൂടെ നടന്നപ്പോൾ കർത്താവിന്റെ മുഖഭാവം എല്ലാം കണ്ടു. രൂപാന്തരപ്പെട്ടപ്പോൾ തന്റെ മുഖഭാവം മാറി, രൂപം മാറി, തേജസ് വെളിപ്പെടുത്തി കാണിച്ചു. അടുത്തത് ഉയർത്തെഴുന്നതിന് ശേഷം തേജസ് വെളിപ്പെടുത്താതെ രൂപാന്തര ശരീരവുമായിട്ട് ഈ ഭൂമിയിൽ 40 നാൾ യേശു ക്രിസ്തു ജീവിച്ചു. അതിനുശേഷം സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിൽ ചെന്ന് യേശു ക്രിസ്തുവിന്റെ വെളിപ്പാട് യോഹന്നാന് വെളിപ്പെടുത്തേണ്ടത് പത്മോസിൽ കർത്താവ് യോഹന്നാന് വെളിപ്പെട്ടപ്പോൾ ദൈവരൂപത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തത്. അതായത് മനസ്സിലാക്കണം, തേജസ് വെളിപ്പെടുത്തിയ ഒരു രൂപം നമ്മൾ കണ്ടു, മനുഷ്യരൂപം കണ്ടു. അതുപോലെ തന്നെ രൂപാന്തരം പ്രാപിച്ചിട്ട് മനുഷ്യരുടെ ഇടയിൽ 40 നാൾ വാണു. എന്നാൽ ദൈവരൂപത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ കണ്ടു. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ നമ്മുടെ രൂപം മാറും, നമ്മുടെ ഭാവം മാറും, നമ്മുടെ അവസ്ഥകളും ക്ഷീണങ്ങളും എല്ലാം മാറ്റി ക്ഷയമില്ലാത്തത്, വാട്ടമില്ലാത്തത്, മാലിന്യമില്ലാത്ത ഒരു ശരീരമാണ് കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തരുവാനിരിക്കുന്നത്. ആമേൻ. അപ്പോൾ നമ്മുടെ രൂപാന്തരം നമുക്ക് കർത്താവ് തരുവാൻ കർത്താവ് നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഈ കഷ്ടത ജീവിതത്തിൽ തന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഷ്ടത ജീവിതത്തിൽ തരുന്നത് പിശാചിന്റെ ബന്ധനമോ പോരാട്ടോ ഒന്നുമല്ല. കഷ്ടത നമ്മുടെ ജീവിതത്തിൽ തരുന്നതിന് കാര്യം നമ്മുടെ ശരീരം നല്ലൊരു ഉദ്ധാരണം അല്ലെ നല്ലൊരു ഉയർപ്പ് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരാനാണ് ഈ കഷ്ടങ്ങളിലൂടെ ദൈവം വിടുന്നത്. ആമേൻ.
അത് ഇച്ചിരി കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ദൈവസന്നിധിയിൽ ചെന്നിട്ടാണ് തേജസ് പ്രാപിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നമ്മൾ മേഘത്തിൽ എടുക്കപ്പെടുകയും നമ്മൾ സ്വർഗത്തിൽ ചെന്നിട്ട് തേജസ് അല്ലെങ്കിൽ സ്വർഗത്തിൽ ചെന്ന് നാം പ്രാപിക്കുന്ന തേജസ് ദൈവത്തിന്റെ തേജസ്സാണ്. അതിന് തെളിവെന്താണെന്നറിയാവോ? 1 കൊരിന്ത്യർ 3-ാം അധ്യായം സ്വത്രം ഒന്ന് നോക്കിക്കോട്ടെ. സ്വത്രം 2 കൊരിന്ത്യർ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 3-ാം അധ്യായം അതിന്റെ 17-18 വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 3:17-18. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി അവസാനത്തെ വാക്യങ്ങൾ ശ്രദ്ധിച്ചോ? അവിടെ എന്താ വായിക്കുന്നത്? നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി കണ്ടോ? അപ്പോൾ നാം പ്രാപിക്കാനിരിക്കുന്ന തേജസ് ക്രിസ്തുവിന്റെ മുഖത്തുള്ള തേജസ്സാണ്. ആ തേജസ് പത്രോസ് ഒരിക്കൽ കണ്ടു. അവൻ വിശുദ്ധ പർവ്വതത്തിൽ ഇരുന്നപ്പോൾ കണ്ടു എന്ന് പത്രോസ് പറയുന്നത് ആ മഹത്വമാണ്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസ് അത് പറയുന്നതിന് കാര്യം, എന്റെ നിര്യാണ കാലത്തിന് ശേഷവും നിങ്ങൾ ഇതിൽ ഉറയ്ക്കണമെന്ന് പറയുമ്പോൾ മരണം കൊണ്ട് അവസാനിക്കുന്നതല്ല സുവിശേഷ വേലയുടെ പ്രതിഫലങ്ങൾ. മനസ്സിലാകുന്നുണ്ടോ? അതിന്റെ ശ്രേഷ്ഠത വലിയതാണ്. കാര്യം ഇവിടെ അനേക മനുഷ്യരെ തേജസ്സിലേക്ക് ക്രിസ്തു നടത്തുമ്പോൾ തേജസ്സിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് 5 വിധ ശുശ്രൂഷകരും ഈ ഭൂമിയിലായിരിക്കുന്നത്. അവരുടെ ശുശ്രൂഷയിലൂടെ മനുഷ്യർ ദൈവ തേജസ് പ്രാപിക്കുവാൻ ദൈവം ഓരോരുത്തരെ ശുശ്രൂഷകരാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശുശ്രൂഷയാണ് ഏറ്റവും ശ്രേഷ്ഠം. അത് തിരിച്ചറിയുവാൻ ഭാഗ്യം ലഭിച്ച തലമുറകളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം നമ്മൾ നോക്കുമ്പോൾ വളരെ സുപരിതമായ 1-ാം അധ്യായത്തില് ഹല്ലേലൂയ അതിന്റെ 1:13 നമ്മളിന്ന് പാടി 7 വിളക്ക് നടുവില് പാട്ട് പാടി നമ്മൾ ദൈവത്തെ ആരാധിച്ചു അല്ലേ? അതിന്റെ ആ ഭാഗം നോക്കൊന്ന് വായിച്ചേ. ഇന്നത് എന്തോ ഒരു ഇതുമായിട്ട് നല്ല കണക്ഷൻ ഉണ്ടായിരുന്നു തോന്നിപ്പോയി. വെളിപ്പാട് പുസ്തകം 1:13 തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളുടെയും നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയവനായ മനുഷ്യപുത്രന്റെ സദൃശനായവനെയും കണ്ടു. എടുത്തോ? തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ കണ്ട ഹിമത്തോളം വെള്ള. ശ്രദ്ധിക്കണം, ഇത് ആത്മശരീരത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ കാണുകയാണ്. അപ്പോൾ അവന്റെ ഇത് ദർശനത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ കാണുമ്പോൾ ഈ തേജസ് ദർശനത്തിൽ കാണുക. എന്നാൽ അതായത് ആ ദർശനത്തിന് വെളിപ്പാട് ദൈവം ക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ വെളിപ്പാട് അന്ന് കണ്ടത് നമ്മൾ അക്ഷരികമായി മുഖാമുഖം കാണുക. ഇത് ഈ വെളിപ്പാടുകളല്ല. നമ്മൾ രൂപാന്തര ശരീരം പ്രാപിച്ച് ദൈവസന്നിധി ചെല്ലുമ്പോൾ നമ്മൾ ഈ ക്രിസ്തുവിനെ മുഖാമുഖം കാണുകയാണ്. അപ്പോൾ അവന്റെ മുഖം ഹിമം പോലെ വെള്ളയായിരിക്കുന്നെങ്കിൽ അത് തേജസ്സല്ലേ? അങ്ങനെ അവരിൽ നിന്ന് പുറപ്പെടുന്ന തേജസ്സാണ് നമ്മളിലും പ്രതിബിംബിക്കാൻ പോകുന്നത്. ചോദ്യം എന്നാണെന്നറിയാവോ? നിങ്ങൾ കർത്താവിന്റെ അടുക്കൽ ഇരിക്കുവോ അകലെ ഇരിക്കുവോ എന്നുള്ളതാണ് വിഷയം. ആമേൻ. വായിച്ചാട്ടെ. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്തതും കാൽ പുലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോട്ടിന് സദൃശവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചൽ ആയിരുന്നു. അടുത്തത് അവന്റെ വലങ്കയിൽ 7 നക്ഷത്രം ഉണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ അതായത് ദൈവരൂപത്തിലിരിക്കുന്ന ക്രിസ്തുവിന്റെ വായില് ദൈവത്തിന്റെ വചനമായി വെളിപ്പെടുമ്പോൾ അത് ഇരുവായ്ത്തലയുള്ള വാളായിട്ട് പുറപ്പെടുകയാണ്. മനസ്സിലാകുന്നു? ജയിച്ചവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനങ്ങളാണിത്. ഇരുവായ്ത്തലയുള്ള വാൾ പോലെ. വായിച്ചേ. മുഖം
അങ്ങനെയാണെങ്കിൽ നമ്മൾ വായിച്ച കൊരിന്ത്യലേഖനവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ആ സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയുള്ള കാഴ്ചയെ അത് ആത്മാവിലാണ് യോഹന്നാൻ കണ്ടത്. എങ്കിൽ ആ ദൈവസന്നിധിയിൽ ആത്മശരീരം പ്രാപിച്ചു ചെല്ലുന്ന നമ്മുടെ ശരീരം ആ ശോഭയാൽ പ്രതിബിംബിക്കുന്ന കൊരിന്ത്യലേഖനത്തിന്റെ അകത്ത് പൗലോസ് പറയുന്നേ. മനസ്സിലാവുന്നുണ്ടോ? നിസാര കാര്യമല്ല. ആ തേജസ് നമ്മുടെ ആത്മശരീരം കൊണ്ട് പ്രതിബിംബിക്കും, റിഫ്ലക്ട് ചെയ്യിപ്പിക്കും. ആമേൻ. വായിച്ചേ. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെയും ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. ഇവിടെ ശ്രദ്ധിക്കണേ, അവിടെ പത്രോസ് വിശുദ്ധ പർവ്വതത്തിൽ ഇരുന്നപ്പോൾ കണ്ട കാര്യങ്ങളെ കുറിച്ച് അവന്റെ മഹിമ കണ്ട സാക്ഷികളാന്ന് പറഞ്ഞു. എന്നാൽ ശ്രദ്ധിക്കണേ, വെളിപ്പാട് കാണുന്ന യോഹന്നാൻ ഹല്ലേലൂയ വന്ന് തന്റെ ചെറുപ്പകാലത്ത് മറുവമലയെ വെച്ച് കണ്ട കാഴ്ചയ്ക്ക് ശേഷം ഇപ്പോൾ സ്വർഗത്തിൽ ദൈവരൂപത്തിലിരിക്കുന്ന ക്രിസ്തു സിംഹാസനത്തിലിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ അവന്റെ മുമ്പിൽ മരിച്ചവനെ പോലെ ഇരിക്കുകയാണ്. മനസ്സിലാകണം. അപ്പോൾ നമുക്ക് തരുവാനിരിക്കുന്ന അവകാശത്തിന്റെ ശ്രേഷ്ഠത, അതിന്റെ മഹത്വം എത്ര ഉന്നതമാണെന്നുള്ളത് നമ്മൾ മറന്നുപോകരുത്. വായിച്ചാട്ടെ. അവൻ വലങ്കൈ എന്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട. കണ്ടോ, ആദ്യനും അന്ത്യനും ജീവനുള്ളവൻ. ഒരു ദൈവങ്ങൾക്കും ഭൂമിയിൽ പറയാൻ കഴിയത്തില്ല ഞാൻ ജീവനുള്ളവനാണെന്ന്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ് ജീവനുള്ള ദൈവം. അവൻ പറയുന്നു ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവരുമാകുന്നു എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ നേരം ഈ വചനങ്ങളാൽ സ്വർഗം നിങ്ങളെ ബലപ്പെടുത്തി, കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. തുടർന്ന് നമ്മൾ ചില വചനങ്ങളിൽ നിന്ന് വരുന്ന നാളുകളിൽ കാണുവാനും കേൾക്കുവാനും ഇടയാകട്ടെ. നമുക്ക് ദൈവസ്ഥലിൽ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം. കേട്ട വചനത്തിന് മുമ്പ് നമ്മളെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ ഇടപെടുമാറാകട്ടെ. കേട്ട വചനങ്ങളാൽ വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ ബലപ്പെടുമാറാകട്ടെ. യേശുവിന്റെ വരവ് വളരെ അടുക്കലായിരിക്കുന്നു, വാതിക്കൽ തന്നെയായിരിക്കുന്നു, ഒരുക്കത്തോടു കൂടി ആയിരിക്കും എന്നൊക്കെ വേണം. കർത്താവ് നിങ്ങൾ ഓരോരുത്തരും ബലപ്പെടുത്തുമാറാകട്ടെ. ഈ വചനങ്ങളെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ദൈവസ്ഥലിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് കേട്ട ഈ വചനത്തിന്റെ മുമ്പിൽ ഹല്ലേലൂയ. ഡാഡി